അവൻ എനിക്കറിയാം ഈ ദേശം ഈ ശുശ്രൂഷ നിമിത്തം വിടുവിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. நான் விசுவாசிக்கிறேன் இந்த ஊழியத்தின் முகாந்திரமாக இந்த தேசம் விடுதலை பெறும். ദൈവത്തിന്റെ വചനം ഒരിക്കലും വെറുതെ വരുന്നില്ല. தேவனுடைய வசனம் ஒருபோதும் வெறுமனே திரும்பி வருவதில்லை. ആ വചനം പോയാൽ പോയ കാര്യം സാധിപ്പിച്ചിട്ട് മാത്രമേ വചനം മടങ്ങി വരത്തുള്ളൂ. இந்த சத்திய வசனம் கடந்து போனால் அதர் போக வேண்டிய அந்த காரியத்தை நிறைவேற்றி கொண்டு தான் திரும்ப வரும். ഈ പുസ്തകം നാം വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വിശുദ്ധ പുസ്തകം ദൈവത്തിന്റെ പുസ്തകമാണ്. நாம் சொல்லுகிறதான இந்த வேத புத்தகம் இது தேவனுடைய புத்தகமாய் இருக்கிறது. അത് തിരുവെഴുത്തെന്നാണ് വിശുദ്ധ ബൈബിൾ തിരുവെഴുത്തെന്നാണ് പറയുന്ന വാക്ക്. இது பரிசுத்த வேதம் என்று சொல்லப்படுகிறது. അത് ആമേ ജനത്തെ രൂപാന്തരമാക്കാൻ ശക്തി കൊടുത്ത ഒറ്റ പുസ്തകമേ ഉള്ളൂ. അത് വിശുദ്ധ ബൈബിൾ മാത്രമാണ്. ஜனங்களை ரூபாந்தர மறுரூபப்படுத்த அவன் வல்லமை கொடுக்கிற ஒரே புத்தகம் இந்த வேத புத்தகம் தான். ഏറ്റവും കൂടുതൽ ദണ്ഡനം അനുഭവിക്കപ്പെട്ട ഏറ്റവും പീഡ അനുഭവിക്കപ്പെട്ട പുസ്തകമുണ്ടെങ്കിൽ ഒറ്റ പുസ്തകമേ ഉള്ളൂ. അത് വിശുദ്ധ ബൈബിൾ മാത്രമാണ്. அதிகமாக வெறுக்கப்பட்ட அதிகமாக உபத்திரவத்துக்குள் ஆக்கப்பட்ட புத்தகம் என்று சொன்னால் அது வேத புத்தகம் மாத்திரம்தான். ഒരിക്കൽ വോൾട്ടയർ എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദി, ஒரு விசை ஓட்டல் என்று சொல்லக்கூடியதான ஒரு மனிதர், അദ്ദേഹം ജനിച്ചു വളർന്നത് ജനീവ എന്ന പട്ടണത്തിലാണ്. அவர் ஜெனீவா என்ற பட்டணத்திலே அவர் பிளந்து வளர்க்கப்பட்டார். അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പ്രസ്താവിച്ചു, அவர் ஒரு விசை விடமாய் சொன்னார், ദൈവം എന്നൊരു ശക്തി ഈ ഭൂമിയിലില്ല. அவர் சொன்னார், தேவம் என்கிற ஒரு காரியம் இந்த பூமியில இல்லை. അവർ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വ്യക്തികളുടെ കയ്യിരിക്കുന്ന പുസ്തകം വെറും പൊള്ളത്തരം മാത്രമാകുന്നു. கிறிஸ்தவருடைய கரங்களில் இருக்கிற இந்த வேத புத்தகம் அது வெறுமையான ஒரு புத்தகமாய் மாத்திரமே இருக்கிறது. അടുത്ത 100 വർഷമാകുമ്പോൾ ഈ പുസ്തകം ഒരു പഴഞ്ച പുസ്തകമായിട്ട് ഏതെങ്കിലും മ്യൂസിയത്തിലോ കാഴ്ച ബംഗ്ലാവിലോ മാത്രമേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞു. அடுத்த 100 ஆண்டுகள் கழியும் பொழுது இந்த புத்தகம் ஏதாயிலும் அருங்காட்சியகத்திலே ஒரு பார்வைக்கான பொருளாய் வைக்கப்படும், இது அழிந்து போகும் என்று சொன்னார். എന്നാൽ വോൾട്ടയർ അറിയത്തില്ല ഈ പുസ്തകം മനുഷ്യൻ എഴുതിയ പുസ്തകമല്ല, ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പുസ്തകമെന്ന് വോൾട്ടയർ അത് തിരിച്ചറിയാതെ പോയി. அந்த வோல்டர் என்பவர் அவன் இந்த வேத புத்தகம் இது தேவனுடைய வார்த்தை என்பதை அவர் அதை புரிந்து கொள்ளாமல் போனார். എന്നാൽ അദ്ദേഹം ലഘുലേഖ എഴുതി ട്രാക്ട് അടിച്ച് തെരുവുകൾ നാം പരസ്യം നടത്തുന്ന പോലെ മൈക്ക് വെച്ച് കെട്ടിട്ട് പറയും, ദൈവമില്ല, ഈ പുസ്തകം പൊള്ളത്തരമാകുന്നു വിളിച്ചു പറഞ്ഞു. നാം കൈപ്രതികളെ കൊടുക്കുന്നത് പോലെ അവരും ചില കൈപ്രതികൾ എഴുതി തെരുവുകളിൽ പോയി சொன்னார், இந்த வேத புத்தகம் இது ஒன்றுக்கும் இல்லாத புத்தகம் என்று பிரசங்கித்தார். അടുത്ത 100 വർഷം കഴിയുമ്പോൾ ഈ പുസ്തകം ഒരിക്കലും ഭൂമി കാണത്തില്ല എന്ന് പറഞ്ഞ വാക്കാണ്. അടുത്ത 100 ஆண்டுகள் കഴിയും பொழுது இந்த வேத புத்தகத்தை ஒருவரும் காண்பதில்லை என்று சொன்னார். ഈ പുസ്തകത്തെ എന്തിക്കൊണ്ട് നിൽക്കുന്ന ദൈവമക്കൾ ധൈര്യത്തോടെ പറയാൻ പറ്റും, പുസ്തകം മരിക്കില്ല, പുസ്തകം ജീവിക്കത്തേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. இந்த வேத புத்தகத்தை பிடித்த தேவ பிள்ளைகள் இதை உயர்த்தி சொல்வீங்க, இது ஒருபோதும் அழிந்து போவதில்லை, இது ஜீவிக்கிற வேதம். ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം പ്രസ്താവിച്ചതിന്റെ 20ാമത്തെ വർഷമായപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. அவர் அப்படி பிரசங்கித்த 20வது ஆண்டிலே அவர் இறந்து போனார். മരിക്കുന്ന തൊട്ട് മുമ്പിൽ അദ്ദേഹം ഹോസ്പിറ്റലൈസ് ആയപ്പോൾ രോഗിയായി മാറി. ആമേൻ. அவர் இறப்பதற்கு முன்பதாக மருத்துவமனையில் அனுமதிக்கப்பட்டார். ആ ഹോസ്പിറ്റലിൽ വിശ്രമിക്കും അദ്ദേഹം രോഗിയായിട്ട് രോഗത്തോട് താൻ മല്ലടിക്കുന്ന സമയത്ത് அந்த மருத்துவமனையிலே வியாதியோடு அவர் போராடி கொண்டிருக்கும் பொழுது അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, அவர் இப்படி சொன்னார், ക്രിസ്ത്യാനിയുടെ കയ്യിരിക്കുന്ന കറുത്ത ബൈൻഡിട്ട പുസ്തകം, இந்த கிறிஸ்தவருடைய கரங்கள் இருக்கிற இந்த கருத்த அட்டை போன்ற புத்தகம் പൊട്ടിത്തെറിക്കുന്ന സ്ഫോടക വസ്തുവാണെന്ന് വിളിച്ചു പറഞ്ഞു. ഇത് പൊട്ടിത്തെറിக்கிறதான പ്രോസ്പെറസ് എன்கிற പൊരുൾ എന്ന് சொன்னார். അദ്ദേഹം പ്രസ്താവിക്കുന്നതിനേക്കാൾ ശക്തമായ ഭാഷയിൽ വിശുദ്ധ പുസ്തകം പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യാൻ തുടങ്ങി. அவர் பேசினதை காட்டிலும் அதிக வல்லமையோடு இந்த வேத புத்தகம் அவன் அச்சடிக்கப்பட்டு பல இடங்களில் விநியோகிக்கப்பட்டது. ഇത് പരിശുദ്ധാത്മാവാണ് ഇതിന്റെ ഗ്രന്ഥകർത്താവെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. இதை ஆமை சாபித்தது பரிசுத்த ஆவியார் என்பதை அவர் அறியாமல் இருந்தார். അദ്ദേഹത്തിന് ഒരു കാര്യം അവസാനം മനസ്സിലായി. அவருடைய முடிவிலே ஒரு காரியத்தை புரிந்து கொண்டார். ഇത് ദൈവത്തിന്റെ പുസ്തകമാണ്, இது ஆண்டவருடைய புத்தகம். കരമുയർത്തി ശക്തിയോടെ പറയും, ദൈവത്തിന്റെ പുസ്തകമാണ്. കരമുയർത്തി சொல்லுங்க, இது கர்த்தருடைய புத்தகம். എന്റെ കയ്യിൽ തന്ന പുസ്തകം, എന്നെ രൂപാന്തരമാക്കിയ പുസ്തകം ദൈവത്തിന്റെ പുസ്തകമാണ്. என்னை ரூபாந்தரப்படுத்தின இந்த புத்தகம் இது கர்த்தருடைய புத்தகம். ഇതിനെ ഏന്തിയവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഉയർച്ച പ്രാപിച്ചിട്ടുണ്ട്. இதை எடுத்தவர்களெல்லாம் ஆசீர்வதிக்கப்பட்டு உயர்த்தப்பட்டார்கள். വിളിക്കുന്ന അഭിഷക്തന്മാർ ഈ പുസ്തകം എടുത്തതുകൊണ്ട് പ്രശുദ്ധന്മാരായി വിശ്വസ്തന്മാരായി അവർ ശക്തന്മാരായി തിരുവാടിയാക്കി തീർത്തു. இங்க இருக்கிற பரிசுத்தவான்கள் இந்த புத்தகத்தை எடுத்ததினால அவர் உண்மை உள்ளவர்களாய் பரிசுத்தராய் பலவான்களாய் மாற்றப்பட்டார்கள். വോൾട്ടയറിനെ ശുശ്രൂഷിച്ച ഒരു നേഴ്സ് ഇങ്ങനൊരു വാക്ക് പറഞ്ഞു,
அந்த வால்டர்னால அவன் வார்த்தையை கேட்டவர் நர்ஸ் படியாய் சொன்னார். വാൾട്ടറിനെ ഹോസ്പിറ്റലിൽ ശുശ്രൂഷിച്ച നേഴ്സ്, அந்த வால்டரை ஹாஸ்பிடலிலே கவனித்ததான ஒரு நர்ஸ் இப்படி சொன்னாங்க. അവൾ നെഞ്ചോട് തന്റെ കൈ വെച്ചിട്ട് പറഞ്ഞു, அவங்க தன்னுடைய நெஞ்சில கை வைத்து சொன்னாங்க, ഒരിക്കലും ஒருபோதும் ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദിയെ ഞാൻ ശുശ്രൂഷിക്കുവാൻ ഇടവരരുത് എന്ന് പറഞ്ഞു. ஒருபோதும் தேவனில்லை என்று சொல்லுகிற இந்த மூடர்களுக்கு நான் இந்த பணியை செய்யக்கூடாது என்று சொன்னாங்க. அதற்கு காரணம் അദ്ദേഹത്തിന്റെ അവസാന സമയത്ത് ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പോകാൻ അദ്ദേഹം പിടച്ചത് ഈ നേഴ്സ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. காரணம் இந்த மனிதர் கடைசி நேரத்தில் அவருடைய ஜீவன் அவரை விட்டு பிரியும்படி பொழுது அவர் துடித்ததை இந்த நர்ஸ் அவர்கள் பார்த்து கொண்டிருந்தாங்க. പുസ്തകത്തോട് കളിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല. இந்த வேத புத்தகத்தோடு விளையாடினவர்கள் ஒருபோதும் விடுதலையாக்கப்பட்டதில்லை. പുസ്തകത്തോട് എതിർത്ത് സംസാരിച്ചവർ ആ രക്ഷപ്പെട്ടു പോയിട്ടില്ല. இந்த வேத புத்தகத்துக்கு எதிராய் பேசினவர்கள் தப்பி போனதில்லை. അവൻ ഒരിക്കൽ പുസ്തകം എടുക്കും, അല്ലെങ്കിൽ അവൻ പുസ്തകം കാണാതെ മരിച്ചു വീടും. പ്രൈസ് ദി ലോർഡ്. அவர்கள் ஒருவேளை இந்த புத்தகத்தை எடுப்பார்கள், இல்லை என்றால் அவர்கள் மரித்து விடுவார்கள். ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൈ തട്ടി സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ തട്ടി മികുന്ന സന്തോഷത്തോടെ കർത്തരെ തുതിപ്പமாக. ഞാൻ എന്തുകൊണ്ട് ഈ ശബ്ദം പറയുവാൻ കാരണമെന്ന് പറഞ്ഞാൽ, ഇதை சத்தமாய் நான் சொல்வதற்கு காரணம், ഇത് നമ്മുടെ വിശ്വാസികൾക്ക് അധികം വേണ്ടെങ്കിൽ തന്നെ ഈ ശബ്ദം കേൾക്കുന്ന ദേശക്കാർക്ക് ആവശ്യമാണ്. இங்க இருக்கிற விசுவாசிகளை விட இந்த தேசத்தில் உள்ளவர்கள் இந்த சத்தத்தை அவர்கள் கேட்க வேண்டும். നമ്മുടെ വിശ്വാസികൾക്ക് ഈ പുസ്തകത്തിന്റെ പലപ്പോഴും മാഹാത്മ്യം അറിയത്തില്ല. நாம் விசுவாசிகளாய் இருக்கிற நமக்கு சில நேரத்தில் இதனுடைய ஆழங்களை தெரியாமல் இருக்கலாம். ഞാൻ എനിക്ക് 50 വയസ്സ് പ്രായമുണ്ട്. எனக்கு 50 வயது ஆகிவிட்டது. എന്റെ പിതാവ് പാസ്റ്ററായിരുന്നു. പാസ്റ്ററുടെ തകപ്പനാർ போதகராயிருந்தார்கள். മരിച്ചുപോയി. அவர்கள் ഇറந்து പോയി വിട്ടാர்கள். എന്റെ പിതാവിന്റെ പിതാവും പാസ്റ്ററാണ്. അവരുടെ തകപ്പനാരുടെ തകപ്പനാരും போதகராயிருந்தார்கள். ബൈബിൾ എടുക്കേണ്ട കുഞ്ഞു പ്രായം മുതൽ എടുത്ത ബൈബിളാണ് ഈ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. சிறுவயது முதல் இந்த வேத புத்தகத்தை நான் தூக்க ஆரம்பித்தேன். ഈ ഇത്രയും വർഷം ഈ പുസ്തകം എന്നെ ഉയർത്തിയതുപോലെ ലോകത്തിൽ ആരും എന്നെ ഉയർത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇത്രയും ആണ്ടുകളായി இந்த വേദം എന്നെ ഉയർത്തിനത് പോലെ யாரும் என்னை உயர்த்தவில்லை. ഇന്ന് രാത്രി പുസ്തകം എടുക്കാത്തവർ ഈ ശുശ്രൂഷയിൽ ഈ പുസ്തകം കയ്യിലെടുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. இன்னைக்கு ராத்திரி இந்த வேத புத்தகத்தை தூக்காதவர்கள் இந்த ஊழியத்தின் முகாந்தரമായി இந்த வேதத்தை எடுப்பார்களாக. വിശ്വാസത്തോടെ കരമടിച്ച് പറയാമോ, പുസ്തകം ജീവിക്കുന്നു, പുസ്തകം ജീവിപ്പിക്കുന്നു, പുസ്തകം എന്നേക്കും ജീവൻ തരികയാണ്. விசுவாசத்தோடு கரங்களை எடுத்து சொல்லுங்கள், வேதம் ஜீவிக்கிறது, இது எல்லாரையும் ஜீவிக்க செய்யும், இது என்றென்றைக்குமாய் ஜீவனுள்ளதாய் இருக்கிறது. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് മാറാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യത്തെ കൂടെ அந்த പകുതിയിൽ சொல்லி போகிறேன். ഈ ജനീവയിൽ വോൾട്ടയർ ജനിച്ച് ജീവിച്ച് ഭക്ഷിച്ച് ഉറങ്ങി പഠിച്ച ആ സ്വന്തം വീട്, இந்த வோல்டர் என்று சொல்லக்கூடிய மனுஷன் ஜெனீவா பட்டணத்திலே அவர் அங்கே பிறந்து அவர் வாழ்ந்த அந்த வீட்டிலே ആ വീട് ബൈബിൾ സൊസൈറ്റിക്കാരെ വിലക്ക് വാങ്ങി. அவர் வாழ்ந்த அந்த வீட்டை பைபிள் சொசைட்டிக்காரர்கள் விலைக்கு வாங்கினார்கள். ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുമ്പോൾ, நான் இங்கே பிரசங்கிக்கும் பொழுது ആയിരക്കണക്കിന് ബൈബിളുകൾ പ്രിന്റ് ചെയ്യുന്ന പ്രിന്റിംഗ് ശാലയായിട്ട് ആ ഭവനത്തെ ഉയർത്തിയത് പുസ്തകം, ദൈവത്തിന്റെ പുസ്തകമാണ്. ഈ പുസ്തകത്തെ കളിച്ചവരെ ദൈവം തിരിച്ചു കളിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ പുസ്തകത്തെ ഏറ്റവും വലിയ മഹാത്മ്യമായിരിക്കുന്ന ഭാഗല. நான் இங்கே பிரசங்கிக்கும் பொழுது ஆமென், வேதம் இல்லை என்று சொன்னவனை ஹல்லேலூயா, அவனுடைய வீட்டையே ஆண்டவர் வேத புத்தகத்தை அச்சடிக்கிற ஆலயமாய் மாற்றினார் என்றால் அங்கேயும் இந்த வேதம் தான் கிரியை செய்தது. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൈയെ തട്ടി സന്തോഷത്തോടെ പറയാമോ, എനിക്ക് തന്ന ഈ പുസ്തകത്തിനായി സ്തോത്രം. കരങ്ങളെ തട്ടി സന്തോഷത്തോടെ சொல்லுங்க, இந்த வேதத்தை கர்த்தர் தந்ததற்காய் ஸ்தோத்திரம். 119 സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കേണ്ട. 119 സംഗീതം ഇങ്ങനെ പറയുന്നുണ്ട്, 119 സംഗീതത്തിൽ ഇവണമായി சொல்லப்படுகிறது, നിന്റെ വചനം സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. உன்னுடைய வாசனமானது பரலோகத்தில் എന്നേക്കും அது உறுதியாய் இருக்கிறது. നമ്മുടെ കയ്യിരിക്കുന്ന ഈ പുസ്തകം ഫോട്ടോസ്റ്റാറ്റ് ആണ്. நாம நினைக்கிறோம் இந்த புத்தகம் ஏதோ ஒரு பிரிண்ட் எடுத்த புத்தகம். ഇതിന്റെ ഒറിജിനൽ കോപ്പി ഇരിക്കുന്നത് ആമേൻ സ്വർഗ്ഗത്തിലാണ്. இதனுடைய ஒரிஜினல் அதனுடைய நகல் இருக்கிறது ஆமென் பரலோகத்தில் இருக்கிறது. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ഫോട്ടോസ്റ്റാറ്റിന് ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ ഒറിജിനൽ കോപ്പിയുടെ ശക്തി ഒന്ന് നിർണയിച്ചേ. இந்த ஆமென், இந்த பிரிண்ட் எடுத்த இந்த புத்தகத்திற்கு இவ்வளவு வல்லமை இருக்குன்றால் இதனுடைய ஒரிஜினல் காப்பிக்கு எவ்வளவு வல்லமை இருக்கும். പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു വിഷയം ആമേൻ സാധു സുന്ദർ സിംഗ് ഇപ്പോഴും മുടിക്കുന്നു പറഞ്ഞില്ല. 10 മണിയായിരുന്നാലും ഞാൻ പോവും, 11 മണിയായിരുന്നാലും ഞാനും പോവും. 9:15 ഓക്കെ, 9:30 ആയിരുന്നാലും പറവില്ല.
കാല്. ഓക്കെ, 9:15. കരമുറുത്തി സ്വതന്ത്രം ചെയ്താണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ சொல்லுங்க. ഒരിക്കൽ സാധു സുന്ദർ സിംഗ് ഒരു വിഷയം സാധു സുന്ദർ സിംഗ് തിബറ്റിലേക്ക് പോവുകയാണ്. ആ തിബത്തെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. താൻ ട്രെയിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ അങ്ങ് റെയിലിലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താൻ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് அந்த ரயில் என்ஜினிலே போய்க்கொண்டிருக்கும் பொழுது അന്ന് ബുക്കിംഗ് ഉള്ള ട്രെയിൻ ഒന്നും അല്ലായിരുന്നു. அன்றைக்கு அந்த புக்கிங் பண்ணி போகிற ட்ரெயின் அல்ல. തനിക്ക് കയറി ഇടത്തും മുതൽ സീറ്റ് കിട്ടി. அவர் ஏறின இடத்திலே அவருக்கு இருக்கை கிடைத்தது. അദ്ദേഹം സീറ്റ് കിട്ടി ഇങ്ങനെ യാത്ര പോകുമ്പോൾ அவர் அப்படியே அவருடைய இருக்கையிலே பிரயாணிக்கும் பொழுது അദ്ദേഹത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റ് அவருக்கு எதிராக ഒരു മന്ത്രവാദി ഇരിപ്പുണ്ട്. ஒரு மந்திரவாதி எங்க இருந்து கொண்டிருந்தார். ആ തൊട്ടടുത്ത് സീറ്റ് ഇല്ലാത്ത ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. அவருடைய பக்கத்திலே சீറ്റ് கிடைக்காத ஒரு மனுஷன் உட்கார்ந்திருந்தார். കുറേ സമയം കഴിഞ്ഞപ്പോൾ கொஞ்ச நேரம் கழிந்த பொழுது ഈ മന്ത്രവാദി ബാത്റൂമിലേക്ക് പോയി. இந்த மந்திரவாதி அங்க இருக்கிற பாத்ரூமிலே போனார். അദ്ദേഹം എഴുന്നേറ്റ് പോയ സമയത്ത് அவர் எழும்பி போன பொழுது സീറ്റ് കിട്ടാത്ത ഈ മനുഷ്യൻ സീറ്റ് കയറിയിരുന്നു. சீட் அந்த மனுஷர் இருந்த அந்த இருக்கையின் பக்கத்துல இந்த மந்திரவாதி கீழே தரையில உட்கார்ந்து கொண்டு അദ്ദേഹം പൂജിക്കുന്നതായ ആ പൂജാമൂർത്തിയെ ഈ സീറ്റ് ഇരിക്കുന്ന മനുഷ്യനിലേക്ക് വിട്ടു. அவர் செய்கிற அந்த யாகங்களை மந்திரங்களை இந்த சீட்டில் இருக்கிற நபருக்கு எதிராக செய்ய ஆரம்பித்தார். കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന മനുഷ്യൻ ബ്ലഡ് വൊമിറ്റ് ചെയ്ത് നിലത്ത് വീണു മയക്കി. கொஞ்சம் கழிந்த பொழுது இந்த சீட்ல உட்கார்ந்த நபர் ரத்தத்தை வாந்தி பண்ணி கீழே விழுந்தார். ഇതെല്ലാം നോക്കിക്കൊണ്ട് സാധു സുന്ദർ സിംഗ് ഇരിക്കുകയാണ്. இதெல்லாம் பார்த்து கொண்டு சாது சுந்தர் சிங் உட்கார்ந்து கொண்டிருக்கிறார். അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, அவர் சிரித்துக்கொண்டு சொன்னார், ഹേ മന്ത്രവാദി, ഹേ മന്ത്രവാദിയേ, നിനക്ക് ശക്തി, നിന്റെ ദൈവ ശക്തി ഉണ്ടെങ്കിൽ உன்னுடைய தெய்வத்திற்கு வல்லமை இருக்கிறது என்றால் അവനോ ഇട്ട ആ ശക്തി എന്നോട് ഇടാമോ എന്ന് ചോദിച്ചു. அவனுக்கு செய்த மந்திரவாதத்தை ஒன்னு எனக்கு செய்து பாரு. ആ മന്ത്രവാദി പറഞ്ഞു, மந்திரவாதி சொன்னாரு, അഹങ്കാരി, பெருமை உள்ளவனே, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. இப்போ உனக்கு காண்பித்து தருகிறேன். നിങ്ങൾക്കറിയാമോ, உங்களுக்கு தெரியுமா, 1 മണിക്കൂർ തന്റെ മന്ത്രശക്തിയെ ഈ അഭിഷക്തനായ സാധുസ് നീട്ടിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റേ മനുഷ്യ രക്തം വൊമിറ്റ് ചെയ്തപോലെ തന്നെ മന്ത്രവാദി വൊമിറ്റ് ചെയ്ത് നിലത്ത് വീണു. கொஞ்ச நேரமாக இந்த மந்திரவாதி சாது சுந்தரத்துக்கு எதிராக இந்த ஊழியக்காரருக்கு மந்திரவாதம் செய்தாரு. ஆனா மந்திரம் அப்படி ஈண்டு போய் கொண்டிருக்கும் பொழுது திடீரென்று சாது சுந்தர் சிங் பலனோடு இருந்தார். இந்த மந்திரவாதி ரத்தம் கக்கி தாழ விழுந்தான். அல்லேலூயா. സ്തോത്രം പറയാമോ? കരങ്ങൾ ഉയർത്തി സ്തോത്രം பண்ணுங்க. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ദേശത്ത് ഏതെങ്കിലും ദുഷ്ട മന്ത്രവാദി ഉണ്ടെങ്കിൽ, இந்த தேசத்தில் ஏதாயிலும் துஷ்ட மந்திரவாதி இருப்பார், வல்லமை உள்ள வல்லமையா நாமமா இருக்கிற என் இயேசுடைய நாமம் தான் இந்த வேத புத்தகத்திலே கிரியை செய்து கொண்டிருக்கிறது. கையடிச்சு சந்தோஷத்தோடு தெய்வத்தின் முகத்தை ஆட்ட, கரங்கள் எடுத்து சந்தோஷத்தோடு கர்த்தருக்கு மகிமை சொல்லுங்கள். സകല ദുർമന്ത്രവാദത്തെയും സകല ശകുനവാദ കെട്ടുകളെയും ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷയുടെ 3ാമത്തെ രാത്രി അത് വിടുവിക്കപ്പെടാൻ പോകുകയാണ്. இந்த ஊழியத்தின் 3வது நாளிலே சகல மந்திரவாத അന്ധകാര കട്ടുകളെ കർത്തർ അറുത്തുകളെ വിടുവിക്കുക പോകുகிறார். കുറെ കഴിഞ്ഞ് മന്ത്രവാദി ബോധം തെളിഞ്ഞ് പുറത്തേക്ക് വന്നു. கொஞ்ச நேரம் கழித்து இந்த மந்திரவாதி உணர்ந்து எழும்பி வந்தார். മന്ത്രവാദി ചോദിച്ചു, மந்திரவாதி சொன்னாரு, നിന്റെ പോക്കറ്റ് എന്താ കിടക്കുന്നു ചോദിച്ചു. உங்க பாக்கெட்ல என்ன இருக்குது? ഒന്നുമില്ല. அவர் சொன்னார், ஒன்றுமே இல்ல. ഇല്ല, നിന്റെ പോക്കറ്റ് നോക്കാൻ പറഞ്ഞു. உன் பாக்கெட்டை பாருன்னு சொன்னார். അറിയത്തില്ലായിരുന്നു. സാധുക്ക് അത് தெரியாது. പുള്ളി പെട്ടെന്ന് പോക്കറ്റ് കൈയിട്ട് നോക്കിയപ്പോ ഒരു പുസ്തകത്തിന്റെ ഒരു താള്. சாது ஐயா அவர்கள், சாது சுந்தர் சிங் அவர்கள் பாக்கெட்ல கை போட்டு எழுத பொழுது ஒரு புத்தகத்தினுடைய ஒரு பகுதி பேப்பர் இருந்தது. அது கீறி போய், அது கிழிந்து போனது. அது ബൈബിളിന്റെ താളല്ലയോ എന്ന് ഓർത്തിട്ട്, അത് ബൈബിളിൽ ഉള്ള പേപ്പർ അല്ലവാ എന്ന് നിனைத்து അദ്ദേഹം അത് കളയണ്ടെന്ന് ഓർത്തിട്ട് അതിനോട് ബഹുമാനം തോന്നി അദ്ദേഹം എടുത്ത് അതിനെ പോക്കറ്റിനകത്തിട്ടു. அந்த பேப்பரை, பைபிளில் உள்ள அந்த பேப்பரை களைந்து விட வேண்டாம் என்று சொல்லி அதை கனப்படுத்துகிறதுனால எடுத்து அந்த பாக்கெட்ல வைத்திருந்தார். புரிந்ததா? புரிஞ்சிല്ല. പുരിഞ്ചെങ്കിൽ നല്ലൊരു സ്തോത്രം പറയുമായിരുന്നു. புரிந்தா நல்ல ஒரு அல்லேலூயா சொல்லிருப்பீங்க. പോരാ, ഈ அல்லேலൂയ അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. പുരിഞ്ചെങ്കിൽ സത്യമായിട്ട് அல்லேலൂയ சொல்லணும். പ്രൈസ് ഗോഡ്. உங்களுக்கு புரிந்ததுன்னா நல்ல சத்தமாய் அல்லேலூயா சொல்லுங்க. ഒരു ചെറിയ പേപ്പർ, ബൈബിളിന്റെ ഒരു ചെറിയ കീറിയ പേപ്പർ പോക്കറ്റ് കിടന്നപ്പോൾ മന്ത്രവാദിയുടെ ശക്തി ദൈവദാസൻ സാധു സുന്ദർ സിംഗിന് പറ്റിയില്ല എങ്കിൽ നമ്മുടെ ഇരിക്കുന്ന 66 പുസ്തകം നമ്മുടെ കയ്യിരിക്കുന്ന കാലമത്രയോ ഒരു ദുഷ്ട പിശാചിന് നമ്മെയോ കുടുംബത്തെയോ കുഞ്ഞുങ്ങളെയോ സഭയെയോ ശുശ്രൂഷകന്മാരെയോ തൊടുവാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം.
ஆமே சாது சுந்தர் சிங் அவருடைய பாக்கெட்ல இருந்ததானே பைபிளுடைய ஒரு கிழிந்த ஒரு பகுதி அந்த மந்திரவாதியை தகர்த்திருக்கும் என்றால் நம்முடைய கரங்கள் இருக்கிற 66 புத்தகங்கள் நம்முடைய கரங்கள் இருக்கும்போது ஆமென் ஒரு மந்திரவாத வல்லமைகளுக்கும் நம்மையோ தலைமுறைகளையோ தொட முடியாது. അത്രയ്ക്ക് ശക്തിയാണ് വിശുദ്ധ ബൈബിൾ എന്ന്. அவ்வளவு வல்லமை உள்ளதான் இந்த வேத புத்தகம். അത്രയ്ക്ക് ശക്തിയാണ് വിശുദ്ധ ബൈബിൾ എന്ന്. அவ்வளவு வல்லமை உள்ளதான் இந்த வேத புத்தகம். ഞാൻ ഇന്ന് ഈ ദൂത് ശുശ്രൂഷിക്കുമ്പോൾ நான் இன்றைக்கு இந்த வார்த்தையை சொல்லும் பொழுது ലോകത്തിന്റെ 5 വൻകരകളിലും ലക്ഷോപലക്ഷം ജനങ്ങൾ ദൈവത്തെ സേവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രൈസ് ദി ലോർഡ്. உலகத்திலே 5 கண்டத்திலும் லட்சம் கோடி ஜனங்கள் இப்பொழுது ஆண்டவரை ஆராதித்துக் கொண்டிருக்கிறார்கள். ഹല്ലേലൂയ ஹல்லேலூயா. കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടിനകത്ത് എനിക്ക് ലഭിച്ച ഇപ്രകാരമായിരുന്നു. எப்படியாக ஒரு ரிப்போர்ட்ல எனக்கு கிடைத்த காரியம் ഓസ്ട്രേലിയയിൽ 1500 പേർ ജലത്തെ സാക്ഷീകരിക്കുവാൻ ഇന്നലെ ഇടയാക്കി. സ്തോത്രം. நேற்றைய தினத்திலே 1500 பேர் ஆஸ்திரேலிய தேசத்திலே தங்களை ஞானஸ்நானத்துக்கு ஒப்பு കൊടുத்தார்கள். ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൃപാസനം ചർച്ചകൊണ്ട് ഈ ആത്മീക സമ്മേളനത്തിൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചൊരു വാക്ക് പറയാം. കൃപാസനം ആമേൻ ചർച്ച് ഓഫ് ഗോഡിന്റെ இந்த കൺവെൻഷനിലെ ആവിയിലെ ഞാൻ ദീർഘദർശനമായി சொல்லுகிறேன். ഈ ശുശ്രൂഷ നിമിത്തം നൂറുകണക്കിന് ജനങ്ങൾ സ്നാനത്തിലേക്ക് വരത്തക്കവണ്ണം ദൈവത്തിന്റെ വലത്തെ സ്വാധീനം ഇന്ന് രാത്രി വ്യാപരിക്കുന്നു എന്ന് ഞാൻ പ്രവചിച്ചു പറയുകയാണ്. ദൈവം ആ കാര്യം ചെയ്യുക തന്നെ ചെയ്യും. இந்த ஊழியத்தின் நிமித்தமாக அநேக ஆயிரம் ஜனங்கள் ஆமை தெய்வ சமூகத்தில் அவர்கள் தங்களை ஒப்புக்கொடுத்து ஞானஸ்நானம் பெறும்படியாய் கர்த்தர் அங்கே கிருபை செய்வார் என்று தீர்க்க தரிசனமாய் சொல்லுகிறேன். கைகளை தட்டி ஆண்டவரை துதியுங்க. ഹല്ലേലൂയ. Praise the Lord. ജീവിക്കുന്ന ദൈവവും പുസ്തകത്തിന്റെ ശക്തിയും ഈ കൃപാസന ചർച്ച കൊണ്ടുണ്ടെന്ന് ഈ ദേശം ഈ ദിവസങ്ങൾ അറിയാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന தேவனும் ஆமென் காம ஜீவனுள்ள வாசனமும் இந்த கிருபாசனம் தேவ சபையிலே கிரியை செய்வதென்பதை இந்த தேசம் அறியட்டும். ദേശത്തിലെ പിശാചും സകല ദുഷ്ടശക്തികളും ഈ ദൈവ ശബ്ദ നിമിത്തം അവ കീഴടങ്ങിയേ പറ്റൂ. അതിന്ന് രാത്രി കീഴടങ്ങ തന്നെ ചെയ്യും. പ്രൈസ് ഗോഡ്. இந்த தேசத்திலே வியாபரிக்கிற அந்தகார வல்லமைகளும் ஆமென் துஷ்ட கோட்டைகளும் இந்த சத்தத்தை கேட்கும் பொழுது இந்த வார்த்தைக்கு அவர்கள் கீழடங்கட்டும், கீழடங்கி போவார்களாக. ഹല്ലേലൂയ. കരമടിച്ച് പ്രാർത്ഥിക്കുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച് പറയാമോ? യഹോവയുടെ ബലം, യഹോവയുടെ ശക്തി ഈ ദേശത്തിന്റെ രാത്രിയിൽ അവയെ മുഴങ്ങാൻ പോകുന്നുവെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ചേർന്ന് കരമടി സ്വന്തം ചെയ്യാമല്ലോ. விசுவாசிக்கிற தேவ பிள்ளைகள் என்னோடு கரங்களை அடித்து சொல்லுங்க, யெகோவா தேவனுடைய வல்லமையும் அவருடைய கிரியையும் ஆமென் ஆவியிலே இந்த தேசத்திலே இறங்கி கிரியை செய்ய ஆரம்பித்து விட்டது. ഹല്ലേലൂയ. Praise the Lord. പത്രോസ് 11 പേരോട് നിന്ന് ശുശ്രൂഷിച്ചുവെന്നാണ്. பேதுரு 11 பேரோடு கூட சேர்ந்து ஊழியம் செய்தார். അഭിഷക്ത കർത്തൃദാസന്മാർ എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. അരുമயான தேவதாசனோடு கூட இருக்கிறேன்னு விசுவாசிக்கிறேன். വചനത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. വചനത്തിലേക്ക് കടന്നു ചെല്ല വാഞ്ചിக்கிறேன். തീത്തോസിന്റെ ലേഖനം തീത്തു എഴുതുന്ന നിരുപമം 3-ാം അധ്യായം 3-ാം അധികാരം അതിന്റെ 7-ാമത്തെ വാക്യമാണ്. അതിന്റെ 7-ാவது വചനം. തീത്തോസ് 3:7. തീത്തു 3:7. அவர் நமது இரட்சகராகிய இயேசு கிறிஸ்து மூலமாய் அந்த பரிசுத்த ஆவியை நம்மேல் சம்பூர்ணமாய் பொழிந்தருளினார். அவர் நமது இரட்சகராகிய இயேசு கிறிஸ்து மூலமாய் அந்த பரிசுத்த ஆவியை நம்மேல் சம்பூர்ணமாய் பொழிந்தருளினார். Praise the Lord. തീത്തു 3:7. ഓക്കേ, ഒന്നുകൂടി വായിച്ചു. அவர் நமது இரட்சகராகிய இயேசு கிறிஸ்து மூலமாய் அந்த பரிசுத்த മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് തന്നെ. പരിശുദ്ധാത്മാവിന്റെ നവീകരണമാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന മേഖല. അത് തമിഴിൽ എങ്ങനെയാണ് പാസ്റ്റർ ഒന്ന് പറഞ്ഞാൽ മതി. പരിശുദ്ധാവിയെ അവരുടെ സമ്പൂർണ്ണമായ പ്രശ്നത്തെ സമ്പൂർണ്ണത്തെ നമ്മെ പോകുന്നതാണ്. അപ്പോൾ ഞാൻ അതിനെ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്ന വെളിപ്പാട് നവീകരണം, പരിശുദ്ധാത്മാവിന്റെ നവീകരണം എന്ന പദമാണ്. പരിശുദ്ധാവിയാനുடைய സമ്പൂർണ്ണത്തെ കുറിച്ച് ഞാൻ പേശ വിരുമ്പുகிறேன். ഇന്നോവേഷൻ, ഇംഗ്ലീഷ് വാക്ക് ട്രാൻസ്ലേഷൻ ഇന്നോവേഷൻ. ഇന്നോവേഷൻ എന്ന വാക്കിന്റെ ഇന്നോവേഷൻ നവീകരണത്തിന്റെ മലയാള വാക്ക് ഇംഗ്ലീഷ് വേർഡാണ് ഇന്നോവേഷൻ. റെഫർമേഷൻ, റെഫർമേഷന്റെ അത് പറഞ്ഞു. പരിശുദ്ധാവിയാനുடைய எழுப்புதலை குறித்து അതെ, അതിനകത്തൊരു മാറ്റം തരുന്ന വിഷയമാണ് ഞാൻ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. அந்த வார்த்தைக்குள்ளாக இருந்து தான் ஆண்டவருடைய ஊழியத்தை செய்ய விரும்புகிறேன். ഇന്ന് രാത്രിയിൽ ഞാൻ 1 തൊട്ട്
പോകാൻ മാത്രമേ നമ്മുടെ മുമ്പിൽ സമയമുള്ളൂ. இன்னைக்கு ராத்திரி வேளை அதுல சில காரியத்தை தொட்டு கடந்து செல்லதான் நமக்கு நேரம் இருக்கிறது. അടുത്ത ദിവസങ്ങൾ നമുക്ക് അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനും അത് പ്രാപിക്കുവാനും കഴിയും. സ്തോത്രം. அடுத்த നാட்കളിலே அதை ஆமென் சிஸ்டமேட்டிக்கா அதை படிக்கவும் தேவன் கிருபை செய்வாராக. പരിശുദ്ധാത്മാവിന്റെ നവീകരണം, പരിശുദ്ധ ആവിയാനുடைய எழுப்புதல். അവൻ ഈ ദിവസങ്ങൾ ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വെളിപ്പാടാണ്. അവൻ നവീകരണം, ഇന്നോവേഷൻ, റിഫർമേഷൻ എന്ന വാക്ക്. സ്തോത്രം. இந்த நாட்களிலே ஆவியானவர் சபைகள் மத்தியிலே பேசிக் கொண்டிருக்கிற ஒரு உணர்வின் வார்த்தை தான் எழுப்புதல் ஆமென் என்கிற வார்த்தை. അവൻ തീത്തോസിന്റെ ലേഖനത്തിൽ 3 അധ്യായവും 46 വാക്യമുണ്ട്. ஆமென். தீத்துடைய புத்தகத்திலே 3 அதிகாரமும் 41 வசனங்களும் உண்டு. ഈ വാക്യത്തിന്റെ ഏറ്റവും കാതലായ വിഷയം എന്ന് പറഞ്ഞാൽ ദൈവിക മാന്യത തന്റെ തലമുറയ്ക്ക് വേണ്ടി കൊടുക്കുക എന്നതാകും. സ്തോത്രം. ஆமென். இந்த வசனங்களுக்குள்ள முக்கியமான கருப்பொருள் என்னவென்றால் தெய்வீக கனத்தை தன்னுடைய தலைமுறைகளுக்கு அவர் பகிர்ந்து கொடுக்கிறார். യഹോവയ ദൈവത്തിന് ഒരു മാന്യതയുണ്ട്. யெகோவா தேவனுக்கு ஒரு கனம் உண்டு. ആ ദൈവത്തിന്റെ മാന്യത, அந்த தேவனுடைய கனத்தை ദൈവത്തിന്റെ കരത്താൽ സൃഷ്ടിക്കപ്പെട്ട സകല മനുഷ്യർക്ക് ഉണ്ടാകണമെന്നാണ് ഈ ലേഖനത്തിന്റെ കണ്ടന്റ് ആയ ഒരു മേഖല. സ്തോത്രം. தேவனுடைய கரத்தினால் சிருஷ்டிக்கப்பட்ட சகல ஜனங்களும் அதை பெற்றுக்கொள்ள வேண்டும் என்பதுதான் இந்த வசனத்துடைய நோக்கம். എന്നാൽ ആ ഒരു മാന്യതയെ വെട്ടുന്ന ഒരു പിശാച് ഉണ്ടെന്ന് പരിശുദ്ധാത്മാവിൽ ഈ പുസ്തകത്തിനകത്ത് പറയുന്ന വാക്കാകുന്നു. இந்த வேதத்திலே வண்ணமாய் சொல்லப்படுது அந்த கனத்தை தகர்க்கிற ஒரு அந்தகாரத்துடைய கிரியை இதற்கு எதிராய் செயல்படுகிறது என்று சொல்லப்படுகிறது. ഈ അന്ധകാരത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് இந்த அந்தகாரத்துடைய வல்லமையை அதை புரிந்து கொண்டு അവൻ നവീകരണത്തിലേക്ക്, മാറ്റത്തിലേക്ക് എന്നെ വിടാതെ തടയുന്ന പിശാചിനെ മനസ്സിലാക്കിക്കൊണ്ട് ஒரு எழுப்புதலுக்குள்ள உணர்வுக்குள்ள என்னை தடை செய்து வைக்கிற அந்த அந்தகாரத்தை உணர்ந்து கொண்டு അവനെ മാറ്റുക, அவனை வெட்டி போட வேண்டும். ദൈവത്തിൽ ലഭിച്ച അതേ മാന്യത ഞാൻ പ്രാപിച്ചെടുക്കുക. தேவன் பெற்ற அந்த மகிமையை நான் மீண்டும் பெற்றுக்கொள்ள வேண்டும். ആ ദൈവ തേജസ് നഷ്ടപ്പെട്ട സ്ഥാനത്ത്, அந்த தெய்வ மகிமையை இழந்து போனதான இடத்திலே ഈ ശുശ്രൂഷ നിമിത്തം ആ തേജസ് എന്നിലും എന്റെ കുടുംബത്തിലും എന്റെ തലമുറയ്ക്കും എന്റെ സഭയിലും വരണം. അതാകുന്ന ഈ പുസ്തകത്തിന്റെ കാതലായ മേഖല. அந்தபடிப்பட்டதான அந்த மகிமையானது என் மேலேயும் என் தலைமுறைகள் மேலேயும் என் சபை மேலேயும் தேசத்தின் மீதும் வர வேண்டும் என்பதா இந்த புத்தகத்துடைய நோக்கம். പരിശുദ്ധാത്മാവിന്റെ നവീകരണം, பரிசுத்த ஆவியானுடைய உணர்வானது ആ ഉണർവ് എന്നിലേക്ക് വന്നാൽ, எனக்குள்ளாக வந்தால் ഞാൻ ആരായി മാറും? நான் யாராய் மாறுவேன்? പരിശുദ്ധാത്മാവിന്റെ നവീകരണം എന്നിൽ വന്നില്ല എങ്കിൽ, பரிசுத்த ஆவியானுடைய அந்த உணர்வு எனக்குள்ளே வரவில்லை என்றால் ഞാൻ ആരുമല്ലാതായി മാറുകയാണ്. நான் யாரோ ஒருவராய் மாறி விடுவேன். Praise the Lord. Praise the Lord. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സ്വന്തം പറയാമോ? நல்ல சிரித்த முகத்தோட ஹல்லேலூயா சொல்லுங்க. Praise God. Praise the Lord. അപ്പോൾ ഈ പുസ്തകത്തിനകത്ത് ഈ വായിച്ച വാക്യത്തിന് കൊടുത്തിരിക്കുന്ന വാക്ക്, இந்த வேத வசனத்திலே வாசித்த வசனத்திலே கொடுத்திருக்கிற வார்த்தை ദൈവിക നവീകരണം. அவன் தெய்வீக அந்த உணர்வு எழுப்புதலை, ആ ഉണർവിന് കാരണക്കാരനായ പരിശുദ്ധാത്മാവ്, அந்த எழுப்புதலுக்கு காரணக்காரனாய் இருக்கிற பரிசுத்த ஆவியானவரை എന്നിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ, அது எனக்குள்ளாக வந்து நிறைவேறினால் ഞാൻ മാറ്റത്തിലേക്ക് മാറുകയാണ്. മാറ്റത്തിലേക്ക് മാറുകയാണ്. நான் ஒரு பெரிய மாற்றத்திற்குள்ளாக கடந்து போகிறேன். ഞാൻ അതിനെ അല്പം കൂടി സിസ്റ്റമാറ്റിക് ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു. அதை சரிவர கொண்டு கூட சொல்லி போக விரும்புகிறேன். ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ വാക്യം മുതൽ, ஆதியாமத்தின் புத்தகம் 1-ാം அதிகாரம் முதல் 4-ാമത്തെ വാക്യം വരെയും 4வது വചനം വരെയിലെയും 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. 1வது வசனம் இப்படி சொல்கிறது, ஆதியிலே தேவன் ആകാശവും வானத்தையும் ഭൂമിയെയും സൃഷ്ടിച്ചു, படைத்தார். ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ഭൂമിയാனது പാഴും വെറുമനയുമാனது. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. தேவனுடைய ஆவியானவர் ஜலத்தின் மீது அசைவாடிக்கொண்டிருந்தார். ആ 1 മുതൽ 4-ാമത്തെ വാക്യം വരെ വായിച്ചു കഴിഞ്ഞാൽ, 1 മുതൽ 4வது വചനം വരേക്കും വാസിப்போம் என்றால், സൃഷ്ടാവാം ദൈവത്തിന് എലോഹീം അല്ലെങ്കിൽ അവൻ ദൈവം എന്ന 1-ാമത്തെ പദം വന്നിരിക്കുന്നു. ஆமென். படைத்தவர் என்கிற எலோகிம் என்கிற வார்த்தை அந்த 1வது வசனத்திலே வந்திருக்கிறது. പാഴും ശൂന്യമാക്കി തീർത്ത ഭൂമിയെ രൂപാന്തരമാക്കാൻ അവൻ തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവിനെ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു. ஆமென். இந்த ஆமென் படைப்பிலேயும் ஆமென் மறுபடி ரூபாந்தரத்திலேயும் பங்கெடுக்கிற 3ாவதாய் இருக்கிற பரிசுத்த ஆவியானவர் அங்கே குறிப்பிடப்பட்டிருக்கிறது. ഈ ഭൂമിയെ പാഴ് ശൂന്യമാക്കി മാറ്റാൻ പ്രവർത്തിച്ച പിശാചിനെ വെട്ടാൻ കേറി വരുന്ന കർത്താവിനെ കുറിച്ച് അവൻ ഉൽപ്പത്തി
33-ാമത്തെ അവൻ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, இந்த பூமியை பாழும் சூனியமாக்கின சத்துருவை வெட்டி போடும்படியாக அவன் கடந்து வருகிற ஆண்டவராகிய இயேசு கிறிஸ்துவை குறித்து ஆதியாகமம் 3:15 சொல்லப்பட்டிருக்கிறது. അതൊന്ന് വായിച്ചാൽ 3:15-ാമത്തെ വാക്യം, ഉൽപ്പത്തി 3:15-ാമത്തെ വാക്യം. ஆதியாகமம் 3:15 ஒரு வாசியுங்கள். உனக்கும் ஸ்திரீக்கும் உன் வித்துக்கும் அவள் வித்துக்கும் பகை உண்டாக்குவேன், அவர் உன் தலையை நசுக்குவார், நீ அவர் குதிகாலை நசுக்குவாய் என்றார். അവൻ നിന്റെ തല തകർക്കും. യേശു സാത്താന്റെ തലയെ തകർക്കുമെന്നാണ്. യേശു സാത്താനുடைய தலையை தகர்ப்பார் என்று. ഞാൻ 3 കാര്യം ദൈവമക്ക് മനസ്സിലാകുന്നുവെങ്കിൽ കൈ തൂക്കി ഒരു സ്തോത്രം ചെയ്യണം. புரிந்ததென்றால் கரங்களை உயர்த்தி அல்லேலூயா சொல்லுங்க. നിങ്ങളുടെ കരം, എല്ലാവരും കരം ഉയർന്നിട്ടില്ല. எல்லாருடைய கரம் உயரவில்லை. புரிந்தவர்கள் உடனே கரம் உயர்த்தி அல்லேலூயா சொல்லுங்க. പുരിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ എന്നോട് ചൊല്ലണം സ്തോത്രമേ. புரியலன்னா பாஸ்டர்ட்ட சொல்லுங்க. കൈ വീശി വീശി കർത്താവിന്റെ മുഖത്തോട് கரங்களை அசைத்து அல்லேலூயா சொல்லுங்க. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ വാക്യം വരെയും പിതാവാം ദൈവത്തെയും പരിശുദ്ധാത്മാവിനെ കാണുന്നുണ്ട്. ஆமென். ஆதியாகமம் 1-ாம் அதிகாரம் 1-ாம் வசனத்திலிருந்து 4 வரைக்கும் பிதாவாகிய தேவனையும் ஆமென் பரிசுத்த ஆவியானவரையும் குறித்து பார்க்கிறோம். ഉൽപ്പത്തി 3-ാമത്തെ 15-ാമത്തെ വാക്യത്തിൽ അവൻ പാഴി ശൂന്യമാക്കിയ ഭൂമിക്ക് കാരണക്കാരൻ പിശാചിനെ വെട്ടാൻ തക്കവണ്ണം കേറി വരുന്ന നസ്രേനാം യേശുവിനെ കുറിച്ച് സ്ത്രീയുടെ സന്തതി പദം കൊണ്ട് അവിടെ കാണിക്കുന്നുണ്ട്. ஆதியாகமம் 3:15 பூமியை பாழும் சூனியமாக்கிறதான பிசாசை வெட்டும்படியாய் கடந்து வருகிற ஆமென் குமாரனாகிய இயேசு கிறிஸ்துவை குறித்து அங்கே சொல்லப்படுகிறது. ഈ സുവിശേഷ മഹായോഗം இந்த சுவிசேஷ கூட்டங்களிலே യേശു ക്രിസ്തുവിനെ ഉയർത്തുക എന്നതാകുന്നു. இது இயேசு கிறிஸ்துவை ஆமென் உயர்த்தும்படியாகவே കുടുംബത്തെ പാഴാക്കിയ, குடும்பங்களை பாழாக்குகிற, തലമുറകളെ പാഴാക്കിയ, தலைமுறைகளை பாழாக்குகிற, നന്മയെ പാഴാക്കിയ, நன்மைகளை பாழாக்கின, വ്യക്തി ജീവിതത്തെ പാഴാക്കിയ ஆமென் വ്യക്തി ജീവിതங்களை പാഴാക്കിன ഒരു പിശാചിന്റെ കൂട്ടത്തെ, ஒரு பிசாசின் கூட்டத்தை അവൻ വെട്ടാൻ തക്കവണ്ണം அவரை வெட்டும்படியாக ഒരു യേശു എന്ന സ്ത്രീയുടെ സന്തതിയെ ജനിക്കപ്പെട്ട ഒരു കർത്താവ് ഈ കൂട്ടത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ஸ்ரீயின் கர்ப்பத்திலே பிறந்த இயேசு என்கிற நம்முடைய கர்த்தர் இந்த கூட்டத்தின் மத்தியிலே கடந்து வந்திருக்கிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ദൈവം എന്ന പദം കൊടുത്തിരിക്കുന്നു. ஆதியாகமம் 1:1 தேவன் என்கிற வார்த்தை கொடுக்கப்பட்டிருக்கிறது. 2-ാമത്തെ വാക്യത്തിനകത്ത് പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൊടുത്തിരിക്കുന്നു. 2வது வசனத்திலே அசைமாடுகிற பரிசுத்த ஆவியானவர் குறித்து சொல்லப்படுகிறது. 3-ാമത്തെ 15-ാമത്തെ വാക്യത്തിൽ സാത്താനെ ചവിട്ടുന്ന ഒരു യേശുവിനെ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. 3:15 സാത്താനെ മിതിத்து போடுகிறவர் இயேசு கிறிஸ்துவை பார்க்கிறோம். ഇന്ന് രാത്രിയിൽ ഈ കൂട്ടായ്മയ്ക്കകത്ത് ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം അതിശക്തിയോടെ വ്യാപരിക്കുന്നു എന്ന് അനുഭവിക്കുന്നവർ കരത്തട്ടി പറയാമോ? അത് ഇന്ന് രാത്രി അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. இன்றைக்கு ராத்திரி திரியேக தெய்வத்துடைய பிரசன்னம் நம்முடைய மத்தியிலே இறங்கி வந்திருக்கிறதை உணர்ந்தவர்கள், அனுபவித்தவர்கள் 2 கைகளை தட்டி அவருடைய நாமத்தை உயர்த்துவோமாக. ഹല്ലേലൂയ. Praise the Lord. അപ്പോൾ പാഴും ശൂന്യമായി പോയ ഈ ഭൂമിയെ, பாழும் சூனியமாய் போன இந்த உலகத்தை അതിനെ പഴയതെക്കാട്ടി ശ്രേഷ്ഠമാക്കി മാറ്റാൻ തക്കവണ്ണം அதை ஆமென் ஒரு புதிதான அந்த முதல் அனுபவத்திலே கொண்டு வரும்படியாக വ്യാപരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെയും ആ അധ്യായം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. அங்கே அதற்காய் வியாபரிக்கிற பிதா, குமாரன், பரிசுத்த ஆவியானவரை குறித்து அந்த அதிகாரத்திலே பார்க்கிறோம். അതുപോലെ തന്നെ அதுபோலதானே ആ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, அந்த வசனம் இப்படியா சொல்லுகிறது, ആഴത്തിൽ മീതെ ഇരുളുണ്ടായിരുന്നു, ஆழத்தின் மீது இருள் உண்டாயிருந்தது, അതിന്റെ ഇടയ്ക്ക് ഒരു ഇരുട്ടിന്റെ ആത്മാ കിടപ്പുണ്ട്. அதற்குள்ளால் ஒரு இருட்டின் வல்லமை காணப்பட்டது. ഇരുട്ടിന്റെ ആത്മാവാണ് அந்த இருட்டின் வல்லமையானது ജനത്തെ പാഴാക്കുന്നു, அது ஜனத்தை பாழாக்குகிறது, ജനത്തെ ശൂന്യമാക്കുന്നു. ஆமென் ஜனத்தை சூனியமாக்குறது. പ്രയോജനപ്പെടേണ്ട വ്യക്തിയെ പ്രയോജനപ്പെടേണ്ട സമയത്ത് പ്രയോജനപ്പെടാതെ വണ്ണം തടയുന്ന പിശാചിനെ വെട്ടാൻ തക്കവണ്ണം ഒരു ദൈവശക്തി ഇറങ്ങുമെങ്കിൽ ഈ രാത്രിയിൽ ആ പാഴായ കെട്ടിനെ പൊട്ടിക്കുകയാകുന്നു ഇന്ന് രാത്രി ശുശ്രൂഷയുടെ ഏറ്റവും വിജയം എന്ന് പറഞ്ഞ കാര്യം. ஆமென். பயன்படக்கூடியதான மனிதனை பயன்பட விடாதபடிக்கு, செயல்பட விடாதபடிக்கு பாழாக்குகிற, ஆமென், இருட்டுக்குள்ள தள்ளுகிற அந்த அந்தகார வல்லமையை வெட்டுகிறதான ஒரு வல்லமை இந்த கூட்டத்திலே வெளிப்பட போகிறது. ഞാൻ ഇന്ന് രാത്രി ഒരു ചെറിയൊരു ഉദാഹരണം പറയട്ടെ. இன்றைக்கு ராத்திரி சின்ன ஒரு உதாரணத்தை சொல்லுகிறேன். ഇതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഇരിപ്പുണ്ട്. இங்கே ஒரு கிளாஸ் தண்ணீர் இருக்கிறது. ഇതിന് എനിക്ക് മൂടാൻ തക്കവണ്ണം ഒരു മൂടിയും എന്നെ ഇന്ന് വെച്ചിട്ടുണ്ട്. இதை மூடுவதற்கு ஒரு மூடியும் கொடுத்திருக்கிறாங்க. ഇത് മൂടാൻ തക്കവണ്ണം അവർ കാരണം
இதை மூடுவதற்கான காரணம், ഇത് മൂടി വെച്ചില്ല എങ്കിൽ இதை மூடி வைக்கவில்லை என்றால் ഇതിനകത്ത് ചില സാംക്രമിക ശക്തികൾ കയറി വരും. இதற்குள்ளால சில பூச்சிகள் கடந்து வரும். ഇത് കയറി വന്നു കഴിഞ്ഞാൽ, அது கடந்து വന്നാൽ ഈ ശുദ്ധമായ വെള്ളം இந்த சுத்தமான தண்ணீர் അഴുക്ക് വെള്ളമായി മാറും. இது அழுக்கு வெள்ளமாய் மாறும். ഇത് ഫ്ലാസ്കിൽ നിന്നും ഒഴിച്ചു വെച്ചാൽ இதை பிளாஸ்கில் இருந்து ஊத்தி வைப்போம் ഒരു என்றால் മണിക്കൂറിനകത്ത് കുടിച്ചിരിക്കണം. இதை 1 மணிக்கூருக்குள்ளால குடிக்கணும். അത് കഴിഞ്ഞാൽ அது கழிந்தால் നിങ്ങൾ എന്നോട് പറയും, நீங்க என்னோட சொல்வீங்க, പക്ഷേ ആ വെള്ളം കുടിക്കണ്ട, பாஸ் அந்த தண்ணீரை நீங்க பருக வேண்டாம். അപ്പൊ ഞാൻ ചോദിക്കാൻ എന്നാ കാരണം? நான் கேட்பேன், என்ன காரணம்? അത് കെട്ടുപോയി, அது കെട്ടു പോனது, അത് സമയം മാറി, அது அவருடைய நேரம் கடந்து விட்டது. എനിക്ക് ഒഴിച്ചു തന്ന സമയത്തിനകത്ത് ഞാൻ കുടിക്കുമ്പോൾ ഞാൻ യൂസായി, ഉപയോഗമായി തീർന്നു. ആമേൻ. எனக்கு കൊടുക്കപ്പെട്ട அந்த நேரத்தில் அந்த தண்ணீரை பருகுவென்றால் அது எனக்கு பயனுள்ளதாய் மாறும். പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞാൽ, ஆனால் 1 மணிக்கூர் கழிந்தால் ഈ വെള്ളത്തിന് ഘടനയ്ക്ക് വ്യത്യാസമുണ്ടാകും. இந்த தண்ணீருடைய அந்த சுத்தத்திற்கு கேடு உண்டாகும். ഇത് പിശാചിനറിയാം, இது பிசாசுக்கு நல்லா தெரியும். ഉപയോഗിക്കേണ്ട വ്യക്തി ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗമായി മാറിയില്ല എങ്കിൽ, அது உபயோகிக்கப்படுகிற நபர் அதை உபயோகிக்கிற நேரத்தில் அதை பயன்படுத்தவில்லை என்றால், ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വ്യക്തി ആർക്കും വേണ്ട. அதனுடைய பயன்பட்ட நேரம் கழிந்து விட்டதென்றால் இந்த நபர் யாருக்கும் தேவையில்லை. ഈ ദേശത്തിന്റെ പേര് പ്ലീസ്, കുറ്റിപ്പാറ വിള. ഈ കുറ്റിപ്പാറ വിള ദേശത്തിലെ ജനത്തോടും இந்த குட்டிப்பாറவிளை தேசத்திலுள்ள ஜனத்தோடும் ഈ ബോക്സ് ഇരുന്ന് ആ വീട്ടിനകത്തിരുന്ന് ദൈവ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോടും, இங்கேயும் இந்த பாக்ஸ்ல இருந்து வீட்டில இருந்து தெய்வ சத்தத்தை கேட்கிற தேவ பிள்ளைகளோடும், കൃപാസനം ചർച്ച് ഓഫ് ക്രൈസ്റ്റ് ഈ ഇത്രയും വില മുടക്കി ഈ ശുശ്രൂഷ ഇവിടെ ആ ഊഴിയക്കാരനെ വിളിച്ച് ശുശ്രൂഷിപ്പിക്കുന്ന കാര്യം, നീ ഉപയോഗിക്കേണ്ട സമയത്ത് നീ ഉപയോഗമാകണം. നിന്നെ ഉപയോഗിക്കാതിരിക്കാൻ തക്കവണ്ണം തടയുന്ന ഒരു പിശാചുണ്ട്. ആ പിശാചിന്റെ കയ്യിൽ നീ പെട്ടാൽ നിന്റെ ജീവനം പാഴായി പോകുകയാണ്. இவ்வளவு ஆமென் செலவுகளை செய்து இந்த கிருபாசனம் சபையிலே கன்வென்ஷன் நடத்துகிறாங்க. இப்பொழுது இது உன்னுடைய உபயோகத்திற்காய் கொடுக்கப்பட்டிருக்கிறது. இதை நீ உபயோகப்படுத்தவில்லை என்றால் உன்னை நாசப்படுத்துகிற ஒரு பிசாசுண்டு அவனுடைய கரங்களிலே சிக்குவாய் என்றால் நீ உபயோகமற்றவனாய் மாறிவிடுவாய். ആമേ. പോണ്ടിച്ചേരിയിൽ അഭിഷക്ത കർത്തുദാസി ശുശ്രൂഷിച്ച് വിജയിച്ച് അദ്ദേഹം പോയി. கழிந்த 2 நாட்கள் பாண்டிச்சேரியிலிருந்து அருமையான கர்த்தருடைய தாசன் வந்து ஊழியத்தை நிறைவேற்றி அவருடைய தேசத்திலே கடந்து போய் விட்டார்கள். എളിയവനെ ഇന്ന് കൊണ്ടുവന്നു. ആമേൻ. അടിയാനെ ഇന്നേക്ക് ആണ്ടവർ കൊണ്ടുവന്നാർ. ആമേൻ. ഈ ദൂതകൾ ദൈവത്തിന് കേൾപ്പിച്ചിട്ട് അവരെ വിടുതലിലേക്ക് വന്നില്ല എങ്കിൽ അടുത്തൊരു ശബ്ദം കേട്ട് നീ വിടുവിക്കപ്പെടുമെന്ന് ഒരിക്കൽ തോന്നുന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. இப்பொழுது ஆமென் நாங்கள் இங்கே கொடுக்கிற இந்த சத்தத்தை கேட்டு நீ விடுவிக்கப்படவில்லை என்றால் இனி ஒரு தருணம் உனக்கு கொடுக்கப்படும் என்பது அது நிச்சயமல்ல. ഒന്ന് കൈയടിച്ച് സന്തോഷത്തോടെ പറയാ, പരിശുദ്ധാത്മാവ് എന്നെ ഉപയോഗിക്കണം. തൃത്വത്തിൽ പിതാവും ദൈവവും അവന്റെ പുത്രനായ യേശുവും പരിശുദ്ധാത്മാവ് ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആ വെളിപ്പെട്ട് നിൽക്കുന്ന പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നിന്റെ വിടുതൽ ദിവസമാണ് ഇന്ന് രാത്രി, നിന്റെ ഉയർത്തുന്ന ദിവസമാണ്. നിന്റെ പാഴ് ശൂന്യമായ കെട്ടിനെ പൊട്ടിക്ക് രാത്രി നീ വിട്ടുകൊടുക്ക്, നീ സമർപ്പിക്ക്. ദൈവം വിടുവിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. 2 കരങ്ങളെ അടിച്ച് കർത്തരെ തുതിക്ക ആരംഭിங்க. இன்றைக்கு பாலும் சூனியமான ஒண்ணு அவன் விடுவித்து பயன்படுத்தபடியாக பிதா குமாரன் பரிசுத்த ஆவியானவர் இந்த மைதானத்தில் இறங்கி அசைவாடுகிற வேளை, இந்த வேளையில் நீ உன்னை ஒப்புக்கொடுத்து கரங்களை தட்டி ஆண்டவரை துதிக்க ஆரம்பி. ഈ ശബ്ദം കേട്ടിട്ട് നിന്റെ ഹൃദയത്തെ കഠിനമാക്കുന്നുവെങ്കിൽ നീ പാഴാകത്തേയുള്ളൂ, നീ ശൂന്യമാകത്തേയുള്ളൂ, രക്ഷപ്പെടാൻ സാധ്യതയില്ല. പക്ഷെ ആത്മ എന്നോട് പറയുന്നു, ഈ ശബ്ദങ്ങൾ ചില കുടുംബത്തിനകത്ത് ഇപ്പോൾ തന്നെ രൂപാന്തരങ്ങൾ അവയെ നടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. இந்த சத்தத்தை கேட்டும் இருதயத்தை கடினப்படுத்தினால் அவன் நன்மையை நீ பெற்றுக்கொள்ள முடியாது. இந்த சத்தத்தை கேட்டு தங்களுடைய இருதயத்தில் இடம் கொடுக்கிற குடும்பங்களுக்குள்ளால் பரிசுத்த ஆவியானவர் இந்த மாலை வேளையில் சில ரூபாந்தரங்களை ஒருபடி கொண்டிருக்கிறார். സാത്താൻ പരാജയപ്പെടും. അവന്റെ പദ്ധതി രാത്രി പൊളിയും. ദൈവത്തിന്റെ പദ്ധതി രാത്രി അവൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. വിശ്വാസത്തോടെ ആത്മഭാരമുള്ളവർ കരമടിച്ച് പറഞ്ഞാട്ടെ, ദൈവം അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. சாத்தானுடைய முயற்சிகள் தோல்வியாக்கப்படுகிறது. தெய்வ சித்தம், தெய்வ தீர்மானங்கள் இன்னைக்கு தெய்வ சபையிலே வெளிப்பட்டு கொண்டிருக்கிறது. அது செயல்பட ஆரம்பித்து விட்டது. கரங்களை தட்டி தெய்வ ஜனம் கர்த்தரை துதியுங்கள். ஷடபல ஹஸ்கராதன அதனக ஷலாதன. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാധാരണ 10ാം ക്ലാസ്സിൽ ഒരു കുഞ്ഞ് പരീക്ഷയ്ക്ക് എഴുതണമെങ്കിൽ എത്രാമത്തെ പൈസ പാസ്തേ? ഇവിടെയൊക്കെ 15.
15 വയസ്സ്. അത് 5 വയസ്സ് കൂടിയാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 5 വയസ്സ് അവൻ പാഴാണ്. சோதரம் சாதாரணமாக ஒரு 10ஆம் கிளாஸ் பிள்ளை 15 வயதிலே 10ஆம் கிளாஸுக்குள்ள கடந்து வரணும். 5 வயசு கூடி போனா அவனுடைய ஆண்டுகள் 5 ஆண்டுகள் பாழாய் போய்விடும். ഒരു പുരുഷന്റെ വിവാഹ സമയം പ്രായം 27 വയസ്സായിരിക്കും അല്ലേ? ഇവിടെ അങ്ങനെയാണ് 27 വയസ്സ്. 27 29 പോട്ട് 30 ആയി കിടക്കട്ടെ. സ്വത്രം ഞാൻ ഒരു വയസ്സ് കൂടെ ഇടുകയാണ്. ஸ்தோத்திரம். அவன் பொதுவாக 27 வயசுல அவன் திருமணம், ஆண்களுக்கு திருமண வயதுன்னு சொல்லுவாங்க. பாஸ்டர் கொஞ்சம் கூட ஒரு வயசு கூட்டுகிறாங்க. ഞാൻ ആക്ച്വലി ഈ യൂത്ത് ക്ലാസ് എടുക്കും, അവർ കൗൺസിൽ ചെയ്യാറുണ്ട്, പല ശുശ്രൂഷ അവസരം വയ്ക്കും. അവിടെ ഞാൻ പറയും 27ാമത്തെ വയസ്സ് നിങ്ങൾ കല്യാണം കഴിഞ്ഞിരിക്കണം. நான் வாலிபர்களுக்கு கிளாஸ் எடுக்கிறது உண்டு. அவிடத்துல சொல்லுவேன் 27ஆம் வயசுல நீங்க கல்யாணம் பண்ணி இருக்கணும். ഞാൻ 27 കല്യാണം കഴിഞ്ഞു. പാസ്റ്റർ 27ஆம் வயதெல்லாம் திருமணம் செய்தாங்க. എന്നേക്കാൾ നല്ല കരുത്തരായ 2 തലമുറ എനിക്ക് ദൈവം തന്നു. സ്തോത്രം. என்னை காட்டிலும் 2 பலவான்களாയ തലമുറകളെ ആണ്ടവർ എനിക്ക് തந்தார். നിങ്ങൾ നോക്കുമ്പോൾ ഒരു കൊച്ചു ചെറുക്കൻ, ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ ഇടുന്നത് കേട്ടോ. സ്തോത്രം ഉപയോഗിക്കാം. ஸ்தோத்திரம். என்னை பார்க்கும் பொழுது வாலிபர் போல இருக்கிறது முதலாவது தான் நான் இதை இடுகிறேன், முதல் தடவையாக. എന്നാ വിളിച്ചത്? എന്നോട് പറഞ്ഞു വെള്ളയും ഇട്ടുണ്ടേ ഞാൻ ഒരു പരിപത്തിലാണ് നിൽക്കുന്ന. സ്വത്രം ഉപയോഗിക്കാം. அல்லேலூயா. ஒயிட் அண்ட் ஒயிட் போட்டு ஒரு கண்டிஷன்ல நிக்கிறேன். அல்லேலூயா. அப்ப നിങ്ങൾ നോക്കും, ഞാൻ ഒരു ടോയ് ഇരിക്കുമ്പോൾ നിൽക്കാം. സ്വത്രം ഉപയോഗിക്കാം. ஆமா, பார்க்கும்போது ஒரு பொம்மை மாதிரி உங்களுக்கு இருக்கும். ஸ்தோத்திரம். പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രായമുണ്ട്, നല്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രായമുള്ള നല്ല വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ നല്ല വയതുള്ള നല്ല പഠിത്ത പിള്ളേകളെ ആണ്ടവർ എനിക്ക് കൊടുത്തിരിக்கிறார். 10ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ചു. 10வது വയതിൽ അഭിഷേകത്തെ പെറ്റു. 10ാമത്തെ വയസ്സിൽ പ്രവചിച്ചു. 10வது വയതിൽ ദീർഘദർശനം சொல்ல ஆரம்பித்தேன். 10ാമത്തെ വയസ്സിൽ അപ്പോസ്തലർ 10ാമത്തെ പ്രസംഗിച്ചു. 10வது വയതിലെ അപ്പോസ്തല നടപടികൾ 10ആം அதிகாரம் വരെ പ്രസംഗിத்தேன். അന്ന് മുതൽ ഇന്ന് വരെ പ്രസംഗത്തിലാണ്. സ്തോത്രം. അന്ന് മുതൽ ഇന്നേക്ക് വരെയും പ്രസംഗിച്ചു കൊണ്ടിരിக்கிறேன். അതുകൊണ്ട് ഈ വാക്യം പ്രസംഗിക്കാൻ എനിക്ക് ഭയങ്കര പ്രാഗൽഭ്യമുണ്ട്. ஆகவே இந்த வசனத்தை குறித்து பிரசங்கிப்பதற்கு மிகுந்த வாஞ்சை எனக்கு உண்டு. അപ്പോൾ 27 വയസ്സ് 29 പോട്ടെ 30 വയസ്സിനകത്ത് വെച്ച് ഒരു പുരുഷൻ വിവാഹം കഴിഞ്ഞിരിക്കണം. അവൻ 27 или 30 വയതുക്കുള്ള ഒരു പുരുഷൻ തിരുമണമായി இருக்க வேண்டும். അത് 10 വയസ്സ് കയറി 40-ലായാലോ? അത് 10 വയസ്സ് കൂടെ 40 വയസ്സാണ്. 40 വയസ്സുകാരൻ മൊത്തം വൃദ്ധനിലേക്ക് പോകുന്നു. അവൻ വയോവൃദ്ധനായി മാറുകയാണ്. പ്രായത്തിൽ അവൻ 40 വയതാകുമ്പോൾ ഒരു മുതിർച്ചயான വയതുക്കുള്ള പോകുறோம். അത് ഇന്നും கொஞ்சம் കൂടെ വയസ്സായി വിടും. ഒരു പെൺകുട്ടിക്ക് 24 വയസ്സാണ് സാധാരണ വെച്ചിരിക്കുന്നത്. 24 ഒരു പെൺകുട്ടി 24 വയസ്സാകുമ്പോൾ അല്ലേ പാസേ? ആണല്ലേ? അങ്ങനല്ലേ? സ്വത്രം. സ്വത്രം. 24 വയസ്സാകുമ്പോൾ ഒരു പെൺകുട്ടി വിവാഹം അല്ലേ? ആണോ അല്ലേ? അല്ലല്ലേ? സ്വത്രം. ഒരു പെൺപിള്ളേക്ക് 24 വയസ്സ് മാക്സിമം വൈത്തിരിக்கிறோம். നിങ്ങൾ പറ, അത് 25 കഴിഞ്ഞു 30ലേക്ക് പോയി കഴിഞ്ഞാൽ അമ്മയുടെ അപ്പന്റെ ഹൃദയം കത്തും, അവിടുത്തെ പാസ്റ്ററിന്റെ ഹൃദയം കത്തും. നാട്ടുകാർ ചോദിക്കും ഒന്നും ആയില്ലേ? அது 25 26 அப்படி போய்விட்டதென்றால் தாய் தகப்பனுடைய இருதய வேதனைப்படும், பாஸ்டருடைய இருதய வேதனைப்படும். தேசத்தார் கேட்பாங்க இன்னும் கல்யாணம் ஆகவில்லையா? പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. 38 വയസ്സ് പ്രായമുള്ള എൻ്റെ കൂട്ടുകാരൊരു മകളുണ്ട്. 38 വയതുള്ള என்னுடைய நண்பருடைய பிள்ளை உண்டு. ഞാൻ ഒരിക്കൽ ചോദിച്ചു, അങ്കിളെ മോടെ കല്യാണമായോ? நான் கேட்டேன், அங்கிள் உங்க மகளுடைய திருமணம் ஆகி விட்டதா? എൻ്റെ പാസ്റ്റർ ഇനി ചോദിക്കല്ലേ പാസ്റ്റർ. அவங்க சொன்னாங்க, பாஸ்டர் ഇനി அதை குறித்து கேட்காதுங்க. ഇന്നലെ രാത്രി മൊത്തം അവളെ ഓർത്ത് കരഞ്ഞിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത്. அவளை குறித்து இரவு முழுதும் அழுது கொண்டுதான் நான் காலையில் எழும்பி வந்தேன். നിങ്ങൾ പറ, സാത്താൻ ഇത് കേട്ടാൽ, நீங்க சொல்லுங்க, சாத்தான் இதை கேட்டால் സാത്താന്റെ പദ്ധതി എന്തായിരുന്നു? சாத்தானுடைய திட்டம் என்னவா இருக்கும்? ആ പ്രായം മാറും തോറും அந்த വയது கடந்து போக மட்டும் സാത്താൻ ചിരിക്കുന്നു. சாத்தான் சிரிக்கிறான். എന്ന നടക്കേണ്ട ഉയർച്ചകൾ, നടക്കേണ്ട ഭാവികൾ, നടക്കേണ്ട സമയത്ത് നടക്കേണ്ട നടന്നു കഴിഞ്ഞാൽ അവിടെ പ്രവർത്തിക്കുന്ന ഒരു ആത്മാവാണ് പരിശുദ്ധാത്മാവെന്ന് പരിവർത്തിക്കുന്ന നവീകരണത്തിന്റെ ആത്മാവ്. ஆமென். நடக்கக்கூடிய காரியங்கள் சரியாக நடக்காத பட்சத்தில், நிறைவேறாத பட்சத்தில் அங்கே செயல்பட்டு அதை நடத்தையிலே கொண்டு வருகிறதுதான் பரிசுத்த ஆவியானுடைய வேலை. ഹല്ലേലൂയ. Praise the Lord. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ നിന്ന് ദൂത് പ്രസ്താവിക്കാൻ പോകുകയാണ്. ഈ സഭയിലോ ഈ ശബ്ദങ്ങൾക്ക് ദൈവമക്കളുടെ മേലോ അവ അങ്ങനത്തെ ഒരു സ്പിരിറ്റ് വ്യാപരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ കെട്ട് അഴിഞ്ഞു മാറുന്നു. ഒരു പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ഇവിടെ വ്യാപരിച്ചിട്ട് ആ പാഴി ശൂന്യമായ കുടുംബത്തിനകത്ത് ശബ്ദം വരത്തക്കമുണ്ട് ഒരു അത്ഭുതം ഇന്ന് രാത്രിയിൽ ഇവിടെ ദൈവം ചെയ്യാൻ പോകുന്നുവെന്ന് ഞാൻ പ്രവചിച്ചു പറയുകയാണ്. സ്വീകരിക്കാൻ നിയോഗമുള്ളവർ കൈയടിച്ച് ആത്മാവ് സ്വീകരിക്കാം.
இன்னைக்கு ராத்திரியிலே தீர்க்க தரிசனமாய் சொல்லுகிறேன், அப்படி பாழும் சூனியமான குடும்பங்கள் மேலே பரிசுத்த ஆவியானவர் இன்றைக்கு ராத்திரி அவருடைய மகத்துவத்தை வெளிப்படுத்துவாராக. அவருடைய மகிமையின் மூலமாய் அந்த பாழும் சூனியத்தை கர்த்தர் மாற்றுவாராக. கரங்களை அடித்ததை நீங்க பெற்றுக்கொள்ளுங்க. കൈയടിച്ച് അല്പനിമിഷം അന്യഭാഷയോടെ ആമേൻ പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ പോരാടാൻ തക്കവണ്ണം കഴിയുള്ളവർ ഇതിനകത്തിരിപ്പുണ്ട്. ഞാൻ ആത്മാവിശ്വസിക്കുന്നു, ആ ഇരുട്ടിന്റെ ആത്മദേശം വിട്ട് സഭ വിട്ട് കുടുംബത്തെ വിട്ട് ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാണ്. ഒരത്ഭുത പ്രഖ്യാപന ഈ രാത്രി ഈ ദൂതിനകത്ത് വെച്ച് പരിശുദ്ധാത്മ ചെയ്യാൻ ദൈവത്തിന് പ്ലാനുണ്ട്. പ്രൈസ് ഗോഡ്. ആമേൻ. இந்த சத்துருவை தகர்க்க கிருபை உள்ள தெய்வ ஜனம் எங்கே உண்டு? ஆமேன். அப்படிப்பட்டவர்கள் கரங்கள் அடித்து சொல்லுங்க, இன்றைக்கு ராத்திரி ஆமேன் பரிசுத்த ஆவியானவர் என்னுடைய குடும்பங்களுக்குள் இருக்கிற அந்த பாலை சூனியத்தையும் இன்றைக்கு அதை எடுத்து மாற்றும்படியாக எல்லா கையை தட்டி அந்நிய ഭാഷയിൽ ആത്മാവിൽ പറ, ഈ ദേശത്തുനിന്ന് കുറ്റിപ്രദേശത്തുനിന്ന് ആ പൈശാചികം അഴിഞ്ഞു മാറുന്നു. ഈ സഭയുടെ എല്ലാ ബ്രാഞ്ച് സഭകളിൽ നിന്ന് ആ ദുഷ്ടക്കെട്ട് അഴിഞ്ഞു മാറുകയാണ്. ശുശ്രൂഷകരുടെ കൂടാരത്തിനകത്ത് നിന്ന് ആമേൻ തലമുറയിൽ നിന്ന് ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്നതായ ദൈവമക്കളുടെ കൂടാരത്തിൽ നിന്ന് ആ സ്പിരിറ്റിനെ ദൈവാത്മ ഇന്ന് രാത്രി അഴിച്ചു മാറ്റുകയാണ്. ஆமென். இன்னைக்கு ராத்திரி அந்த துஷ்ட வல்லமை ஆமென் இங்க இருக்கிற குடும்பங்கள் மத்தியில் இருந்து கிளை சபைகளுக்குள்ள இருந்து இந்த தேசத்திலிருந்து அழிந்து மாறுகிறது. தெய்வ சபை வந்து கரங்களை தட்டி அந்நிய பாஷையில் அபிஷேகத்தின் வார்த்தைகளை சொல்லி அந்த சத்துருவை காளி ஆமென் ஆமென் எரித்து விரட்டுவோம். യേശുവിന്റെ നാമത്തിൽ ആമേൻ. നിയോഗമുള്ളവർ ഈ രാത്രി കരമടിച്ച് പറഞ്ഞാട്ടെ, ഒരു ആത്മാവിന്റെ അശൈവാടുന്ന പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്നു. ദൈവ ഈ ശബ്ദത്തിന് മുകളിൽ ഒരത്ഭുതം പ്രവർത്തിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. യേശുവിന്റെ നാമത്തിൽ இன்றைக்கு ராத்திரி நான் ஆவியிலே காண்கிறேன் ஆமென். அந்த பரிசுத்த ஆவியானவர் இந்த சபை நடுவிலே கூட்டத்தின் நடுவிலே அப்படிப்பட்ட அந்தகாரத்தின் வல்லமைகளை அழித்து நிர்மலமாக்கி எரிகிறது. என் ஆவியிலே உணர்கிற கரங்களை தட்டி യെസ് അഡബല സദദന വൈഡബ ശബ്ദന ദനഗ ശലഗഡഗദന അദഗ ശബ്ദരി വിഡബ ശാലഗകന യേശുവിന്റെ നാമത്തിൽ അതിദ്രാത്തി അഴിഞ്ഞു മാറുകയാണ്. അതിദ്രാത്തി പൊട്ടി മാറുകയാണ്. ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷയുടെ മേൽ ഒരു ജ്വാലന കത്തുകയാണ്. ഒരു അഭിഷേകം കത്തുകയാണ്. ഒരു നവീകരണം കത്തുകയാണ്. ഒരു അത്ഭുതം സംഭവിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. இன்னைக்கு ராத்திரி ஊழியக்காரர்கள் மேல விசுவாசிகள் மேல அந்த எழுப்புதலின் ஆவியானவர் வல்லமையாய் கிரியை செய்ய ஆரம்பித்து விட்டார். அவன் இன்னைக்கு ராத்திரி அந்தகாரத்துடைய மண்டலங்களை கர்த்தருடைய ஆவியானவர் வெட்டி நிர்மலமாக்குறார். நீ விசுவாசத்தோடு கையை தட்டி அபிஷேகத்திலே ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ஆதியாகமம் 2-ாம் அதிகாரம் 10வது வசனம். 2:10. ഉൽപ്പത്തി 2:10. ஆதியாகமம் 2:10 வாசியுங்கள். தோட்டத்துக்கு தண்ணீர் பாயும்படி ஏதேனிலிருந்து ஒரு நதி ஓடி அங்கே இருந்து താങ്ക് യു பிரிந்து സിസ്റ്റർ. ഒരു മിനിറ്റ്. ஒரு நிமிஷம். തോട്ടം നനപ്പാൻ தோட்டத்தை நனைக்கும்படியாக ഒരു നദി പുറപ്പെട്ടു. ஒரு நதி புறப்பட்டது. എല്ലാവരും ചേർന്ന് പറയാമോ? തോട്ടം നനപ്പാൻ. எல்லாம் சேர்ந்து சொல்லுங்க, தோட்டத்தை நனைக்கும்படியாக. ആഹാ, സത്യമായി சத்தமா சொல்லுங்க. എന്താ അങ്കിളുമാര് പറഞ്ഞില്ല, അച്ചായന്മാര് പറഞ്ഞില്ല, സഹോദരന്മാര് പറഞ്ഞില്ല. ഉറക്കെ സഹോദരന്മാർ ചേർന്ന്. தகப்பன்மார் சகோதரர்கள் சேர்ந்து சொல்லுங்க, தோட்டத்தை நனைக்கும்படியாக. சத்தமா சொல்லுங்க. ആ ആ പുറപ്പെട്ടു. புறப்பட்டது. ആമേൻ. அல்லேலூயா. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ஆதியாகமம் 1-ாம் அதிகாரத்திலே தண்ணீர் கட்டி கிடக்கிறது. 2-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ ഒഴുകിയാണ്. 2-ாம் அதிகாரம் 10வது வசனத்தில் அது பாய்ந்து செல்கிறது. ഹലോ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവാത്മാവ് ഒരു നിയോഗം പറയുന്നുണ്ട്, ഈ സഭ എസ്റ്റാബ്ലിഷ് ആകും. ஆவியானவர் சொல்லுகிறார், இந்த சபை அவன் கட்டி எழுப்பப்படும். പുതിയ പുതിയ സഭകൾ രൂപാന്തരമാകും. புதிய புதிய ஆலயங்கள் எழுந்து வரும். അടുത്ത വർഷത്തെ നിങ്ങളുടെ മീറ്റിംഗിനകത്ത് ഒത്തിരി പാസ്റ്റേഴ്സ് ഇതിനകത്ത് നിരന്നിരിക്കത്തക്ക വണ്ണമുള്ള നിലയിൽ ദൈവ ശുശ്രൂഷ വിശാലമാക്കും. அடுத்த ஆண்டிலே இந்த மேடையில் அநேக ஊழியர்கள் அலங்கரிக்கத்தக்க ஊழியத்தின் நிலைமைகள் மாறும். ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാ ബ്രാഞ്ച് സഭകളിനകത്തും ദൈവത്തിന്റെ അത്ഭുതം ദൈവാത്മം ചെയ്യും. எல்லா கிளை சபைகளுக்குள்ளேயும் ஆண்டவருடைய ஆவியானவருடைய அற்புதங்களை செய்வார். ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ കെട്ടിയിട്ടൊരു വെള്ളമാണ്.
ஆதியாகமம் 1 அதிகாரம் 1 வசனத்து முதல் அங்கே கட்டப்பட்ட நிலைமையில கட்டி கிடந்ததான தண்ணீர். ആരാക്കിത് കെട്ടിയത്? யார் அந்த தண்ணீரை அப்படி ഇരുട്ടിന്റെ ആത്മാവ്, இருட்டுடைய വല്ലமை, പിശാചിന്റെ ആത്മാവ്, பிசாசுடைய வல்லமை. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്, இயேசு கிறிஸ்து இந்த பூமியிலே வந்தது, ആ കെട്ടിനെ അഴിപ്പാനാണ് യേശു വന്നത്. அந்த കட்டை അവിழ்ക്കുம்படியாக യേശു അത് വந்தார். ഉൽപ്പത്തി 3:15 പറവാക്യ സ്ത്രീയുടെ ശാന്തതി ആ ഇരുട്ടിന്റെ തലയെ അവനെ ചവിട്ടാനാ വന്നത്. സ്തോത്രം. ஆதியாகமம் 3:15 வாசிக்கிறோம், ஸ்திரீயுடைய வித்தானது அந்த சர்ப்பத்தின் தலையை நசுக்கும்படியாய் வந்தது. ആ പിശാചിന്റെ കെട്ടിനെ യേശു തകർത്തു. அந்த பிசாசின் கட்டுகளை இயேசு தகர்த்தார். പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. பரிசுத்த ஆவியானவர் அதை தீர்க்கதரிசனமாய் சொன்னார். പിതാവ് ദൈവത്തിന്റെ കൽപ്പന പുറപ്പെട്ടു. பிதாவாகிய தேவனிடத்திலிருந்து கட்டளை புறப்பட்டது. ആ കൽപ്പന പുറപ്പെട്ട ആ സമയം മുതൽ, அந்த கட்டளை புறப்பட்ட சமயம் முதல், പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ആരംഭിച്ച സമയം മുതൽ, பரிசுத்த ஆவியானுடைய கிரியை ஆரம்பித்தது முதல், യേശു ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെട്ട ആ സമയം മുതൽ, இயேசு கிறிஸ்துவின் வல்லமை வெளிப்பட்ட அந்த நேரம் முதல், കെട്ടിയിട്ട വ്യക്തികളെ, കെട്ടിയിട്ട കുടുംബത്തെ, കെട്ടിയിട്ട സഭകളെ ദൈവാത്മാവ് ആ കെട്ട് പൊട്ടിച്ചു. സ്തോത്രം. கட்டப்பட்டதான குடும்பங்களை, கட்டப்பட்டதான தெய்வ சபையை ஆமென் அந்த நேரத்தில் அந்த கட்டுகளை அவர் அவிழ்த்தறிந்தார். കെട്ട് അഴിഞ്ഞു. கட்டு அவிழ்ந்தது. ആ തണ്ണിയുടെ കെട്ട് പൊട്ടി. அந்த തണ്ണീருடைய കട്ട് പൊട്ടിனது. യൂസ്ലെസ്, ഉപയോഗമാകാത്ത വെള്ളം ഇപ്പൊ ഉപയോഗമാകുകയാണ്. பயன்பெறாமல் இருந்த தண்ணீர் இப்பொழுது பயன்பெற ஆரம்பித்தது. ആമേൻ. Praise the Lord. ആരാ ഈ വെള്ളം? யார் இந்த தண்ணீர்? ആരാ ഈ വെള്ളം? இந்த தண்ணீர் யார்? ഞാനാണ്. அது நான் தான். നമ്മളാണ്. நம்மை தான் சுட்டி காட்டுகிறது. തലമുറയാണ്. நம்முடைய தலைமுறையை சுட்டி காட்டுகிறது. നമ്മുടെ കുടുംബമാണ്. நம்முடைய குடும்பத்தை சுட்டி காட்டுகிறது. ആത്മാവിൽ ഇന്ന് രാത്രി ഈ സന്ദേശം ഈ മക്കൾ പറയുന്നു. നാവിലെ இந்த வார்த்தை உங்களுக்கு சொல்லுகிறேன். നമ്മെ കെട്ടിയിട്ട പിശാച് ലജ്ജിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ ഒരു പരിവർത്തനം ഇവിടെ സംഭവിച്ചിട്ട് ആ കെട്ട് ഇന്ന് രാത്രി പൊട്ടിക്കഴിഞ്ഞാൽ ആ കെട്ട് പൊട്ടിയ തെളിവനുസരിച്ച് ഒരു സന്തോഷ വാർത്ത ഈ മെയ് മാസം 1-ാം തീയതി ഈ ദൂത് ശുശ്രൂഷിക്കുമ്പോൾ ഈ മാസത്തിലെ ഓരോ ദിവസവും അത് റിസൾട്ട് ആയിട്ട് വരാൻ പോകുകയാണ്. தீர்க்க தரிசனமாய் சொல்லுகிறேன், பரிசுத்த ஆவியானவர் அந்த கட்டின பிசாசுடைய கட்டுகள் நம்முடைய குடும்பத்தின் மேல இருந்து தலைமுறைகள் மேல இருந்து கட்டவிழ்க்கும் பொழுது ஆமென் தெய்வ நாமம் மகிமைப்படும். இந்த மே மாசத்துடைய 1-ாம் தேதியில் இருந்து அந்த கட்டு அவிழ்க்கப்பட்டதான். கையை தட்டி അഭിഷക്തന്മാർ എന്നോട് ചേർന്ന് 40 നിമിഷം അന്യഭാഷയിൽ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ചില കെട്ട് അടിയുകയാണ്, ചില ബന്ധനം പൊട്ടുന്നു, ചില പാപ കയറുകൾ, അധർമ്മത്തിന്റെ കെട്ടുകൾ, മന്ത്രവാദ ശക്തികൾ, ദേശത്തെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി ഈ ദൂതിന്റെ ശബ്ദത്താൽ അഴിഞ്ഞു മാറുകയാണ് യേശുവിന്റെ നാമത്തിൽ. இந்த தீர்க்க தரிசன வார்த்தையினால சில பாவத்தின் கட்டுகள், மந்திரவாத கட்டுகள், அந்தகார கட்டுகள் இந்த வார்த்தையை கேட்கும் பொழுதே அழிந்து மாறுகிறது. அபிஷேகம் பெற்ற தேவ பிள்ளைகள் அந்நிய பாஷையில கையை நல்லா தட்டி ஆண்டவரை துதிங்க. യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവിനെ വ്യാപരിക്കുന്നുണ്ട്. അഭിഷേകത്തിന്റെ ശക്തി ഈ രാത്രി വ്യാപരിക്കുന്നുണ്ട്. அபிஷேகத்துடைய ஆவியானவர் இந்த ராத்திரி வேளையில் இந்த மைதானத்திலே பலமாய் கிரியை செய்து கொண்டிருக்கிறார். ഓരോ ഭവനത്തിനകത്ത്, വിദേശങ്ങളിൽ, വിദൂരങ്ങളിൽ ഈ ശബ്ദം ദൈവമക്കളുടെ മേലെ അവർ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ഒരു പരിവർത്തനം യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കുകയാണ്. ஆமென். நம்முடைய தேசத்திலேயும் வெளிநாடுகளில் ஒவ்வொரு குடும்பங்களுக்குள்ளாலேயும் இந்த பரிசுத்த ஆவியானுடைய வல்லமை, அதனுடைய மகத்துவம் இதோ உங்கள் மத்தியிலே வெளிப்பட்டு கொண்டிருக்கிறது. ഹല്ലേലൂയ. Praise the Lord. Praise God. Hallelujah. കെട്ടിക്കിടക്കുന്ന വെള്ളം ഇപ്പോൾ ഒഴുകാൻ തുടങ്ങി. அங்கே கட்டி கிடந்ததான அந்த தண்ணீர் இப்பொழுது பாய்ந்து ஓட ஆரம்பித்தது. ഉപയോഗിക്കാത്ത വെള്ളം பயனற்றதான தண்ணீர் ഉപയോഗിക്കാൻ തുടങ്ങി. அது பயன்பட ஆரம்பித்தது. റിസൾട്ട് വരാൻ തുടങ്ങി. அதற்கு பதில் வர ஆரம்பித்தது. 2-ന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 2:10 വചനത്തിൽ വാസിக்கிறோம், നനയ്ക്കാൻ ഒരു നദി ഏതെന്ന് പുറപ്പെട്ടു. தோட்டத்தை நனைக்கும்படியாக ஒரு நதி ஏதேனிருந்து புறப்பட்டது. അത് 4 ശാഖയായി. அது 4 பெரிய ஆறுகளாய் பிரிந்தது. ഞാൻ ആ ഭാഗം മാത്രം ഇന്ന് രാത്രി പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. அந்த பகுதியை மாத்திரம் சொல்லி இன்னைக்கு உங்களுக்கு ஜெபிக்க போகிறேன். ചില ദൈവമക്കളുടെ ഒരു പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഇന്ന് രാത്രി വെളിപ്പെട്ട് വരും. சில தேவ பிள்ளைகள் மேல பரிசுத்த ஆவியானுடைய பகர்வு இன்னைக்கு வெளிப்பட்டு வரும். ആമേൻ. വിശ്വാസത്തോടെ കരമുയർത്തി കർത്താവ് സ്തോത്രം ചെയ്യാമോ? விசுவாசத்தோட கரமுயர்த்தி கர்த்தரை ஸ்தோத்திரம் பண்ணுங்க. ഉൽപ്പത്തി 1-ാം അധ്യായത്തിനകത്ത് കെട്ടിയിട്ട വെള്ളം
ആദിയാം 1-ാം അധികാരത്തിലെ അങ്ങേ തേങ്ങി നിന്നതാണ് തണ്ണീർ. പക്ഷെ അവിടെ ഒരു നവീക റിവൈവൽ, ഒരു നവീകരണം, ഒരു പരിവർത്തനം, ഒരു മാറ്റം, ഒന്നാമത്തേത് പരിശുദ്ധാത്മാവിന്റെ ആ പരിവർത്തനം സംഭവിക്കുകയാണ്. அந்த 1வது அதிகாரத்திலே பரிசுத்த ஆவியானுடைய எழுப்புதல், பரிசுத்த ஆவியான் மூலமாய் நடக்கிறதான ஒரு ரூபாந்தரம் அந்த 1ஆம் அதிகாரத்திலே செயல்பட ஆரம்பித்து விட்டது. എന്നാൽ രണ്ടാമത്തെ ആയം റിസൾട്ട് ആകുന്നു. ആ വെള്ളം അവൻ ഒഴുകാൻ തുടങ്ങി. അത് പരിശുദ്ധാത്മാവ് വന്ന റിസൾട്ട് ആണ്. அந்த 2வது அதிகாரத்திலே ஆமென் பரிசுத்த ஆவியானவர் வந்ததுடைய பதில் அது அங்கே செயல்பட ஆரம்பித்தது. அது பாய ஆரம்பித்து விட்டது. Yes, hallelujah. Praise the Lord. ഉടരകടക ശബ്ദനാദന അവൻ അത് ഒഴുകാൻ തുടങ്ങിയെങ്കിൽ அது பாய ஆரம்பித்து விட்டது എന്നാൽ എനിക്കറിയാം ചില കൂടാരത്തിനകത്തേക്ക് ശക്തി വെളിപ്പെട്ട് വരുന്നുണ്ട്, ചില തലമുറയ്ക്ക് ശക്തി വെളിപ്പെട്ട് വരുന്നുണ്ട്, ചില പിതാക്കന്മാരിലേക്ക് അഭിഷേകത്തിന് ശക്തി വ്യാപരിക്കുന്നുണ്ട്, ചില മാതാക്കളിലേക്ക് അഭിഷേക ശക്തി വ്യാപരിക്കുന്നുണ്ട്. ദൈവാത്മാ നിങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്. കൈയടിച്ചാത്മാവ് പറയാമോ അത് ഒഴുകാൻ തുടങ്ങി. അത് ഇനി അവിടെ നിൽക്കത്തില്ല, അവൻ നിർത്താൻ കഴിയത്തില്ല. അത് സ്ഥാനപ്രവേശം സംഭവിക്കുന്നുണ്ട്. അത് ഒഴുകാൻ തുടങ്ങിയാണ്. Praise the Lord. சில நபர்கள் மேலே, குடும்பத்தின் மேலே, தலைமுறைகள் மேலே ஆமே சம்பித்த காரியங்கள் மேலே இந்த பரிசுத்த ஆவியானவர் நதியாய் பாய ஆரம்பித்து விட்டார். அதை உணர்கிறவர்கள் ஆத்மாவில கையை தட்டி அல்லேலூயா. அது இன்னைக்கு பாய்ந்து 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 உன்னை நினைக்க போகிறது. பிசாசிന് പറയാ ഇനി കെട്ട എന്നെ കെട്ടത്തില്ല. இனி சத்துரு பார்த்து சொல்லுகிற இனி உன்னால கட்ட முடியாது. சாத்தானே என்ன கிட்டத்தில்ல. சாத்தானே இனி கட்டுவதற்கு நான் கிடைக்க மாட்டேன். என் தலைமுறை கிட்டத்தில்ல. என் தலைமுறை உனக்கு கிடைக்காது. என் சபையே கிட்டத்தில்ல. என் சபை உனக்கு கிடைக்காது. என் தேசத்தை கிட்டத்தில்ல. என் தேசம் உனக்கு கிடைப்பதில்லை. என் ஆத்மாக்களே பெண் மக்களே கிட்டத்தில்ல. என் ஆண் பிள்ளைகள் பெண் பிள்ளைகள் கிடைக்க மாட்டார்கள். പരിശുദ്ധാത്മാ എന്റെ മേൽ വന്നു കഴിഞ്ഞു. பரிசுத்த ஆவியானவர் என் மேல் வந்து விட்டார். അവന്റെ പരിവർത്തനം എന്റെ മേൽ വ്യാപരിച്ചു കഴിഞ്ഞു. அவருடைய கிரியையின் மேல் செயல்பட ஆரம்பித்து விட்டது. ഇനി കെട്ടാൻ വിടത്തില്ല തരത്തില്ല. இனி உனக்கு கட்டுவதற்கு ஒப்பு கொடுக்க மாட்டோம். നിനക്ക് എന്നെ കിട്ടത്തില്ല പിശാചേ. உனக்கு என்னை கிடைப்பதில்லை. ദുഷ്ട പിശാച് എന്നെ കിട്ടത്തില്ല. துஷ்ட பிசாசே உனக்கு நான் கிடைக்க மாட்டேன். എന്നെ കഴിഞ്ഞ കുറെ വർഷമായി ഈ ദേശത്ത് കെട്ടിയിട്ടു. പക്ഷെ ആത്മാവെന്നെ പൊട്ടിച്ച് അത് പുറത്താക്കാൻ വകയാണ്. கழிந்த சில ஆண்டுகளாய் என்னை தேசத்திலே கட்டி வைத்தார். ஆவியானவர் அந்த கட்டை அவிழ்த்து என்னை வெளிவர செய்தார். ഷഡബല ഗജനഗ ശതരദന ആത്മാവിൽ കത്താൻ നിയോഗം പ്രാപിക്കപ്പെട്ടവർ കൈയടിച്ച് ആത്മാവിൽ കണ്ണടച്ച് അല്പനിമിഷം അന്യഭാഷ പറയും. அபிஷேகத்துடைய வழிநடத்தலை பெற்றவர்கள் கைகளை தட்டி வாய் திறந்து அந்நிய பாஷையில் എന്റെ കുളത്തെ കിട്ടത്തില്ല, എന്റെ കുടുംബത്തെ കിട്ടത്തില്ല, എന്റെ ജീവിതത്തെ കിട്ടുകയില്ല. ஓ என்னை காமை நீ பெற்றுக் கொள்வதில்லை, என் தலைமுறையை பெற்றுக் கொள்வதில்லை, என் குடும்பத்தை பெற்றுக் கொள்வதில்லை. இனி உன்னுடைய கரங்களிலே நாங்கள் சிக்க போவது இல்லை. ഞാൻ ദേശത്തോട് വിളിച്ചു പറയുന്നു, நான் தேசத்தோடு அழைத்து சொல்லுகிறேன். ഈ ദേശത്തിൽ പിശാചിനോട് വിളിച്ചു പറയുന്നു, இந்த தேசத்தில் வியாபரிக்கிற பிசாசோடு அழைத்து சொல்லுகிறேன். കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, கர்த்தருடைய നാമത്തിலே கட்டளையிடுகிறேன். ദൈവത്തിന് വേണ്ടുന്നവരെ ഇപ്പോൾ വിട്ടുതരണം. தேவனுக்கு வேண்டியவரை இப்பொழுதே நீ விட்டு கொடுக்க வேண்டும். അവരെ കെട്ടി നിർത്താൻ പറ്റില്ല. அவரை உன்னால் கட்டி வைக்க முடியாது. ഇനി അവനെ കെട്ടി നിർത്താൻ പറ്റില്ല. இனி அவனை கட்டி வைக்க முடியாது. രക്ഷിക്കപ്പെടേണ്ട, സ്നാനപ്പെടേണ്ടവർ, വേർപെട്ട് ആരാധിക്കേണ്ടവര് യേശുവിന്റെ നാമത്തിൽ വിട്ടുതരിക. രക്ഷിക്കപ്പെட വേണ്ടിയവൻ, ஞானஸ்நானம் எடுக்க வேண்டியவன், வேறுபட்டு ஜீவிக்கிறவனை விட்டுകൊடு. യേശുവിന്റെ നാമത്തിൽ, இயேசுவின் நாமத்தில் സഭ ഒരുമിച്ച് പറഞ്ഞാട്ടെ, വിട്ടുതരണം ആത്മാക്കളെ. ஆமை சபை ஒருமித்து கரங்களை வைத்து சொல்லுங்க, ஆமென். அதை விட்டு தர வேண்டுமே சொல்லுங்க. ദൈവത്തിന്റെ ആത്മാക്കളെ വിട്ടുതരിക. தேவனுடைய ஆத்துமாக்களை விட்டுകൊடு. ദൈവത്തിന് പ്രയോജനം വിട്ടുതരിക. தேவனுக்கு பிரயோஜனப்படுகிற விட்டுകൊடு. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. இயேசுவின் நாமத்திலே கட்டளையிடுகிறோம். കൈയടിച്ച് ആത്മാവിൽ പറയാമോ, ദൈവം ആത്മാ നിയോഗത്താൽ അവൻ ആത്മാക്കളെ വിട്ടുതരികയാണ്. கையெடுத்து ആവിയിലെ சொல்லுங்க, தேவனுடைய கட்டளையினால் அந்த ஆத்துமாக்களை எங்களுக்கு விட்டுകൊடு. അന്യഭാഷയിൽ അന്യഭാഷ അല്പനിമിഷം അന്യഭാഷയിൽ സംസാരിച്ചാട്ടെ.
വൈരരഗത്തുനാദരെ ചുടാരബാലബാലബ വീവരഗത്തുനഗടഗബ ഉടരഗത്തുനാദരെ അക്കരേദരെ വൈദവഖനാദലഗശല വൈദവഖനമദബശലാദന അദശഖബദമശതുരബനബശമാധനാദന കത്തട്ടെ കത്തട്ടെ നിർത്തണ്ട നിർത്തണ്ട ഈ അന്തരീക്ഷം കളയണ്ട കത്തുന്നു ഒരൊറ്റ കത്തിയാണ് ആ വക്യപ്പതിൽ കത്തുന്ന പോലെ ആത്മാവ് കത്തുന്നു എനിക്കറിയാം ആത്മാവ് കത്തുന്നു ചില പ്രാർത്ഥനയ്ക്ക് മറുപടി തരികയാണ് ചില ജപത്തിற்கு பதிலை கொடுக்கிறார் ചില ആഗ്രഹത്തെ സബരികൾ വെളിപ്പെട്ട് വരികയാണ് ചില വാഞ്ചை நிறைவேறுகள் வெளிப்பட்டு ചില வருகிறது ഉയർച്ചയെ തടഞ്ഞ കെട്ടിൽ അഴിഞ്ഞുമാറി ഉയർച്ച വരികയാണ് ചില ഉയർவை தடை செய்த கட்டுகள் அழிந்து மாறு உயர்வு வருகிறது വിവാഹം നടക്കാതെ കെട്ടിയ തലമുറ വിവാഹം നടക്കാൻ പോകുകയാണ് திருமணத்தை நடக்க விடாமல் கட்டின அந்த கட்டுகள் உடைந்து திருமணங்கள் நடக்க போகிறது കടക്കാരിയാക്കി കടക്കാനാക്കി മാറ്റിയ ആ പിശാച കെട്ടിനകത്ത് അഴിഞ്ഞു മാറുകയാണ് உன்னை கடைக்காரனாய் மாற்றின அந்த பிசாசுடைய கட்டு இன்னைக்கு அழிந்து மாறுகிறது ജീവിക്കേണ്ട എന്ന് തോന്നത്തക്കവണ്ണം ആത്മഹത്യ ചെയ്താൽ കൊല്ലാമെന്ന് തോന്നുന്നവരുടെ കെട്ടുകൾ ഈ രാത്രി അഴിഞ്ഞു മാറുകയാണ് இனி வாழ வேண்டாம் தற்கொலை செய்ய வேண்டும் என்று எண்ணின அந்த எண்ணத்தை கொண்டு போட்ட அந்த கட்டுகள் இப்பொழுது அழிந்து மாறுகிறது നാട് വിട്ട് ആര് മാറുന്നത് ഓടാൻ ശ്രമിച്ച ചില വ്യക്തികൾ രാത്രി തലമുറകളെ ഈ രാത്രി വിടുവിക്കപ്പെടുകയാണ് ദേശം വിട്ട് ഓടി പോകുമ്പടിയായി തീരുമാനിച്ച് ചിലരുടെ തലമുറകളെ കത്തോടി ആവിയാനവർ இந்த ராத்திரி വിടുവിച്ചെടുக்கிறார் യേശുവിനെയാണ് അഭിഷേകം പെറ്റുകൊള്ളുകയാണ് ദേശം സ്വതന്ത്രമാകുകയാണ് തലമുറകൾ വിടുവിക്കപ്പെടുகிறாங்க சில ஞானஸ்நான ஆராதனைகள் தொடர்ந்து நடக்க போகிறது தேசத்திலே பெரிய ஒரு விடுதலை நடக்க போகிறது எல்லாரும் கரங்களை தட்டி எல்லாரும் வாய் திறந்து வாய் திறந்து வாய் திறந்து ഒരാത്മാവിന്റെ പരിവർത്തന ഒരഭിഷേകത്തിന്റെ പരിവർത്തന ഒരാത്മാവിന്റെ പരിവർത്തന ഒരു നവീകരണം ആമേൻ ഒരു ആത്മാവിൻ ഉണർവ് ഒരു ആത്മാവിൻ എഴുപ്പുതൽ ഒരു ദേശത്തിൻ എഴുപ്പുതൽ ഒരു സഭയിൻ എഴുപ്പുതൽ ഇന്നേക്ക് നിറവേറട്ടെ യേശുവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷ വിജയമാണ് യേശുവിൻ നാമത്തിൽ இந்த ஊழியம் எங்கே ஜெயமாக மாறட்டும் ഈ ശുശ്രൂഷ വിജയമാണ് இந்த ஊழியம் ஜெயமாக ഈ மாறட்டும் ദേശത്തിൽ പിശാച് കെട്ട് അഴിയുകയാണ് இந்த தேசத்தில் பிசாசின் கட்டு அவிழ்க்கப்படுகிறது വർഷങ്ങളായിട്ട് വിട്ടുതരില്ലെന്ന് ബാധിച്ച പിശാചിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാണ് ஆண்டுகளாய் விட்டு தர மாட்டேன் என்று சொன்ன அந்த பிசாசின் கட்டு இன்றைக்கு ராத்திரி அவிழ்க்கப்பட்டு போகிறது ഹല്ലേലൂയ அல்லேலூயா കരമുയർത്തി ദൈവത്തിന് ഉറക്കെ ഹല്ലേലൂയ പറയാമോ கரம் உயர்த்தி ஆண்டவருக்கு அல்லேலூயா சொல்லுங்க ഹല്ലേലൂയ praise the lord ഒരു ദിശയിൽ പോലും പോകരുതെന്ന് കെട്ടിയിട്ട ആ വെള്ളം ഇപ്പോ 4 ദിക്കിലേക്ക് ഒഴുകുകയാണ് ஒரு திசை வழியா கூட போக கூடாதுன்னு கட்டப்பட்டு நிறுத்தப்பட்ட தண்ணீர் இப்ப 4 வழியாய் பாய ஆரம்பிக்கிறது നോർത്ത് வடக்கு ഈസ്റ്റ് தெற்கு വെസ്റ്റ് மேற்கு സൗത്ത് கிழக்கு എല്ലാവരും ഒക്കെ പറഞ്ഞേ எல்லாரும் சேர்ந்து சொல்லுங்க ന്യൂസ് യെസ് മീൻസ് പറഞ്ഞേ എൻ മീൻസ് നോർത്ത് என் மீன்ஸ் வடக்கு ഇ മീൻസ് கிழக்கு അടുത്ത് പറ சொல்லுங்க நீங்க சொல்லுங்க അടുത്ത് സൗത്ത് നോർത്ത് വടക്ക് ഈസ്റ്റ് തെക്ക് വെസ്റ്റ് സൗത്ത് പിശാച് എന്തോ പറഞ്ഞത് சாத்தா என்ன சொன்னா കുറ്റിപ്പുറത്ത് മാത്രമേ കുറ്റിയടിച്ച് എല്ലാ കുറ്റിയും പറയും ഇന്ന് രാത്രി சோதரன் அவன் அடிச்ச எல்லா குத்தியும் எடுத்து எரியப்படும் പറയും பறியும் பறிஞ்சு போகும் പറന്നു പോകും സ്വോത്രം சோதரன் എല്ലാ കുറ്റിയും പറയും எல்லா ஆமென் அவனுடைய ஆணிகளும் பறிந்து போகும் എല്ലാ കുറ്റിയും ഇന്ന് രാത്രി പറയും எல்லா ஆணியும் பறிந்து போயிடும் എല്ലാ പള്ളിക്കെട്ടും അമ്പലക്കെട്ടും യാത്രക്കെട്ടും പൂജക്കെട്ടും എല്ലാം ഇന്ന് രാത്രി പറയും எல்லா கோயில் கட்டும் ஆமென் ஆமென் கும்பாபிஷேக கட்டும் எல்லா கட்டும் அழிஞ்சு மாறும் ജനത്തെ കെട്ടിയിട്ട സകല കെട്ടി രാത്രി അഴിയും
ஜனத்தை கட்டின சகல கட்டுகளும் இன்றைக்கு ராத்திரி இந்த தேசம் விட்டு அழிஞ்சு மாறும். ആമേൻ. Praise the Lord. ഹല്ലേലൂയ. Praise the Lord. പെന്തിക്കോസിന്റെ ശക്തി എന്തെന്ന് ഈ കുറ്റിപ്പുറം അനുഭവിക്കും. സ്തോത്രം. அவ இந்த குட்டிப்பாறையிடா ஆமென் பெந்தேகோசே ஆமெனுடைய வல்லமை என்ன என்பதை அறிவார்கள். അന്യഭാഷ പറയുന്ന ശക്തി എന്തെന്ന് കുറ്റിപ്പുറം അറിയും. இந்த குட்டிப்பாறை தேசம் அந்நிய பாஷை சொல்லுகிறவருடைய வல்லமையை மகத்துவத்தை அறிவாங்க. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. നല്ല കൈയെ ഉയർത്തി ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ഒരു വട്ട പൂജ്യമാക്കിയിട്ട സ്ഥാനത്ത് നിന്നും ஒரு வட்டத்திற்குள்ளால சீரோவாக்கி பூஜ்யமாக்கி வைத்த இடத்துல ഉയരത്ത് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ அவன் மேலிருந்து இறங்கி வந்த பரிசுத்த ஆவியானுடைய வல்லமையினாலே അടിയിൽ കെട്ടിയിട്ട ദുഷ്ട പിശാചിനെ കെട്ടിനെ പൊട്ടിച്ചിട്ട് அவன் ஆழங்களில் இருந்ததான பிசாசுடைய கட்டை தகர்த்தெறிந்து ആ விட்டு വെള്ളത്തെ ഒഴുകാൻ തുടങ്ങി. அந்த தண்ணீர் பாய ஆரம்பித்தது. ആ വെള്ളം ഒഴുകാൻ തുടങ്ങി. அந்த தண்ணீர் பாய ஆரம்பித்தது. ഒരുമിച്ച് ആ വെള്ളം ഒഴുകാൻ തുടങ്ങി. அந்த தண்ணீர் பாய ஆரம்பித்தது. சொல்லுங்க. നിങ്ങൾ പലരും ഇരിക്കുന്ന പോലെ പിശാച് ഇങ്ങനെ ഇരുന്നു. நீங்க இப்ப இருக்கிறது போல பிசாசு அப்படி வாய் அடைச்சிட்டு பேசாம இருந்தானா? ഞാൻ കെട്ടിയിട്ടു ഇതാ ഒഴുകി പോകുന്നു. அவன் சொன்னா நான் கட்டி வச்சேன் இதா பாய்ந்து ஓடுகிறது. அல்லேலூயா. ഈ ശുശ്രൂഷ കെട്ടടിക്കുന്ന ശുശ്രൂഷയാണ്. அவன் இன்றைக்கு இங்க நடக்கிற ஊழியம் கட்ட அவிழ்க்கிற ஊழியம். പാപത്തിന്റെ കെട്ട്, பாவத்துடைய கட்டு, ശാപത്തിന്റെ കെട്ട്, சாபத்துடைய கட்டு, അധർമ്മത്തിന്റെ കെട്ട്, அவன் அக்கிரமத்தின் கட்டு, സകല കെട്ടിനെ അഴിക്കുന്ന ശുശ്രൂഷയാണ് ഈ കൺവെൻഷൻ കൂട്ടാൻ. സ്തോത്രം. சகல கட்டுகளை அவிழ்க்கிற ஆமென் கூட்டம் தான் இந்த கன்வென்ஷன் கூட்டம். கையை தட்டி நல்ல 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 நல்ல. അതുകൊണ്ട് പാസ്റ്റർ ഈ കൈ പാസ്റ്റർ ഈ കൈ കൊണ്ട് അനേക സ്നാനപ്പെടുത്താൻ പോകുകയാണ്. സ്തോത്രം. இந்த கரம் கொண்டு இன்னும் அநேகரை ஞானஸ்நானம் கொடுக்க போகிறீங்க. അഭിഷക്തന്മാരെല്ലാം ജ്ഞാനസ്നാനപ്പെടുത്തും. പ്രൈസ് ഗോഡ്. அவன் தேவதாசல் எல்லாம் ஞானஸ்நானம் കൊടുக்க போகிறீங்க. സഭ വളരാൻ പോകുകയാണ്. சபை இங்கிருந்து வளர போகிறது. സഭ വളരാൻ പോകുകയാണ്. சபை வளர போகிறது. സകല ജാതികളും ആലയത്തിൽ വരാൻ പോകുകയാണ്. சகல ஜாதிகளின் ஆலயத்துக்குள்ள கடந்து வர போகிறார்கள். പിശാച് കെട്ടിടാൻ പറ്റില്ല. இனி பிசாசு தேசத்தை கட்டி வைக்க முடியாது. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കൂ, ആ വെള്ളം ഒഴുകാൻ തുടങ്ങി. தண்ணீர் பாய ஆரம்பித்தது. അത് നോർത്തിലേക്ക് പോകുന്നു. அது வடக்க போகுது. അത് തെക്കിലോട്ട് പോകുന്നു. தெற்க நோக்கி போகிறது. അത് വെസ്റ്റിലോട്ട് എന്തുവാ கிழக்க நோக்கி போகுது. மேற்கு நோக்கி போகுது. നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്തിലോട്ട് പോവുകയാണ്. சோதர வடக்கு தெற்கு மேற்கு கிழக்கு பாய ஆரம்பித்து விட்டது. ഒരു ജോലിയും കൂലി ഇല്ലാതെ വീട്ടിനകത്തിരുന്ന കുഞ്ഞെപ്പോൾ പറയുന്നത് ഞാൻ അമേരിക്കയിലാണ്. ஒரு வேலை இல்லாம வீட்டுல திண்டாடி கொண்டு இந்த பிள்ளை சொல்லுது இப்ப நான் அமெரிக்க தேசத்துல இருக்கிறேன். ഞാനിപ്പോ സൗദി അറേബ്യയിലാണ്. நான் இப்ப சவுதி அரேபியால இருக்கேன். ഞാനിപ്പോ ഇന്ന രാജ്യത്തിലാണ്. நான் இப்போ இந்த தேசத்துல இருக்கிறேன். അപ്പൊ അമ്മയ്ക്കും പാസ്റ്റർമാർക്കെല്ലാം അതിശയമായി ഇത് എങ്ങനെ പറ്റി. ஆமா, தாய் தகப்பன் போதகருக்கு அதிசயமானது எப்படி இது நடந்தது. ഇതിന് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മന കാരണക്കാരൻ. இது ஆமென் பரிசுத்த ஆவியானவனால் நடக்கிறது. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്ക് സ്ഥാപിച്ചിട്ട് നമ്മുടെ സമയം വേഗത്തിൽ പോകുന്നു സ്ഥാപിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നു. ஒரு வார்த்தை கூட சொல்லி நான் அதில் நிறுத்த விரும்புகிறேன். അപ്പോസ്തലരുടെ പുസ്തകം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് നിർത്താമോ? அப்போஸ்தலர் 1:8 വാസിத்து நிறுத்துவோமாக. 4-ാമത്തെ വാക്യം കൂടി ചേർത്ത് വായിച്ചാൽ നന്നായിരിക്കും. அப்போஸ்தலர் 1-ாம் அதிகாரம் 4-ாம் வசனமும் 8-ாம் வசனமும் சேர்த்து வாசிங்க. யாராவது ஒருவர். அவர் அவர்களுடனே கூடி வந்திருக்கும் போது அவர்களை நோக்கி யோவான் ஜலத்தினாலே ஞானஸ்நானம் കൊടുத்தான். സിസ്റ്റർ, അപ്പോസ്തല നടപടി 1-4-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങി പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുക. അത് തമിഴില് 4-ാമത്തെ വാക്യമാണോ എന്ന് എനിക്കറിയില്ല. മലയാളത്തിൽ 4-ാമത്തെ വാക്യമാണ്. அப்போஸ்தலர் 1-ாம் அதிகாரம் 5-ாம் வசனம். ஆகையால் நீங்கள் எருசலேமை விட்டு போகாமல் என்னிடத்தில் கேள்விப்பட்ட பிதாவின் வாக்குத்தத்தம் நிறைவேற காத்திருங்கள். പിതാവിന്റെ വാഗ്ദത്തം, ആ പിതാവിന്റെ വാഗ്ദത്തമാണ് 31-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം. ஆமென். அந்த பாவியான் பிதாவுடைய வாக்குத்தத்தம் தான் அந்த ஆதியாம் 1-1-ாம் அதிகாரம் 1-ாம் வசனம். அது பரிசுத்த ஆவியானுடைய நிறைவு. அது வாக்குத்தத்தம் 8-ாமത്തെ വാക്യം. 8வது வசனத்தை கூட வாசிங்க. பரிசுத்த ஆவி உங்களிடத்தில் வரும்போது പിതാവിന്റെ വാഗ്ദത്തം പരിശുദ്ധാത്മാവ്. பிதாவினுடைய வாக்குத்தத்தமானது பரிசுத்த ஆவியை பெறுவீங்க. அது തന്നെയാണ് 31-നകത്ത് വന്നത്. அதுதான் ஆதியாம் 1-ாம் அதிகாரத்திலே வந்திருக்கிறது. അതന്നെ ഒരു വാക്ക് തെളിയിച്ചത്. ஒரு வாக்கை நான் தெளிவுபடுத்தினேன். 31-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം 4-ാമത്തെ വാക്യം പിതാവാം ദൈവത്തെ കാണുന്നു,
പരിശുദ്ധാത്മാവ് ദൈവത്തെ കാണുന്നുണ്ട്. ആമേൻ. ആദിയാകമം 1:1 മുതൽ 4 വரைக்கும் പിതാവാன ദൈവത്തെയും ആമേൻ പരിശുദ്ധ ആവിയാനവരെ அங்கே பார்க்கிறோம். മൂന്നാമത്തെ 15ാമത്തെ വാക്യത്തിൽ യേശുവിനെ കാണുന്നുണ്ട്. 3:15 യേശു ക്രിസ്തുவை பார்க்கிறோம். അപ്പോൾ ഈ ത്രിത്വം മൂന്നും ആമേ ഈ മൂന്ന് വാക്യത്തിൽ അധ്യായത്തിനകത്ത് കിടപ്പുണ്ട്. இந்த 3 வார்த்தைக்குள்ளேயும் திரியேகத்துவத்தின் காரியங்கள் அங்கே மறைந்து இருக்கிறது. അതുകൊണ്ട് തന്നെയാണ് കെട്ടിയിട്ട വെള്ളം ഒഴുകിയത്, മനുഷ്യൻ ഒഴുകിയത്. ஆமென். ஆகையினால தான் இதுடைய வல்லமையினால் அங்கே கட்டப்பட்டிருந்த தண்ணீர் அது பாய்ந்து ஓட ஆரம்பித்தது. അപ്പോസ്തലപ്രവൃത്തി 1-ാമത്തെ 4-ാമത്തെ വാക്യം ഒന്നുകൂടി പറയുന്നു, പിതാവിന്റെ വാഗ്ദത്തം. ഉൽപ്പത്തി 1-ൽ വെളിപ്പെട്ട അതേ ആത്മശക്തി പിതാവിന്റെ വാഗ്ദത്തം വരും, അതിന് കാത്തിരിക്കാൻ പറയുകയാണ്. ஆமென். அதே ஆதியாகமம் 1-லே வெளிப்பட்டதான வாக்குத்தத்தம் இங்கே அப்போஸ்தலர் 1-லே வெளிப்படுகிறது. இந்த வாக்குத்தத்தத்தை பெறுவரையிலும் நீங்கள் காத்திருங்கள். 8-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ വരുമ്പോൾ, 8வது வசனத்திலே சொல்லப்பட்டு பரிசுத்த ஆவி உங்களிடத்திலே வரும்போது നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് நீங்கள் பலன் அடைந்து യെരൂശലേമിലെ യഹൂദയ യൂദയാവിലെ സമരിയാവിലെ ഭൂമിയുടെ അറ്റത്തോളം കടൈസി പര്യന്തമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു വിഷയം പത്രോസ് നോക്കിയിട്ട് പേതുരുவை பார்த்துவிட்டு ഒരു 18 വയസ്സ് പ്രായമുള്ള പെങ്കൊച്ച് ഇങ്ങനെ പറഞ്ഞു. ഒരു 18 വയது പ്രായമുള്ള ഒരു പെൺപിള്ളை சொன்னது, ഇവൻ ഗലീലക്കാരനാണ്, ഇവൻ ഗലീലക്കാരൻ. ഇവന്റെ ഭാഷ ശൈലി കേട്ടാൽ അറിയാം ഇവൻ ആരാ. ഇവൻ பேசுகிற அந்த ഭാഷை கேட்டால் ഇവൻ யார் என்று தெரிகிறது. അപ്പൊ ഗലീലക്കാരുടെ ഭാഷ നമുക്കറിയാം. ഈ തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ ഒരു നമ്മുടെ തമിഴ് കേൾക്കുമ്പോൾ അറിയാം. தமிழ்நாட்டில் நம்முடைய கன்னியாகுமரி மாவட்டத்தில் உள்ளவங்க பேசுகிற வார்த்தை கேட்டா புரிந்து விடும். தமிழாണ്, പക്ഷേ ശൈലി നമുക്കറിയാം. தமிழ் தான், ஆனாலும் இங்கேயும் ஒவ்வொரு விதமான பாஷை. അത് തിരുനെല്ലിയിൽ പോയി കഴിഞ്ഞാൽ திருநெல்வேலி போனா തമിഴാണ്, പക്ഷേ ആശയങ്ങൾ അന്തരീക്ഷം മാറി. தமிழ் தான், ஆனானுடைய பேச்சுகள் அது வித்தியாசமாயிருக்கும். അത് ഈ മധുരയിലേക്ക് പോയാൽ, மதுரையை நோக்கி போனா അത് തമിഴാണ്, പക്ഷേ ശൈലിക്ക് വ്യത്യാസമുണ്ട്. தமிழ் தான், ஆனாலுடைய பேச்சு வித்தியாசமாயிருக்கும். അത് ചെന്നൈയിലേക്ക് പോയാലോ, சென்னை பட்டணத்தை நோக்கி போனால் നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. நம்ம இப்படி பார்த்துட்டு இருப்போம். നമ്മുടെ തമിഴും நம்ம தமிழும் കന്യാകുമാരി തമിഴും ചെന്നൈ തമിഴും തമ്മിൽ ഒന്നും മാച്ച് ചെയ്യുന്നില്ല. കന്യാകുമാരി തമിഴും ചെന്നൈ തമിഴും ഒന്നോടൊന്ന് ചേരാതെ. മനസ്സിലാവുന്നുണ്ടോ? പുരിയുന്നതാ? ഓക്കെ. ഇതുപോലെ തന്നെയാണ് 18 വയസ്സ് പ്രായമുള്ള ഈ പെങ്കൊച്ച് പറയുന്നു, ഒരു ലോക്കലാണ് പത്രോസ് എന്ന്. அவன் 18 வயதுள்ள அந்த பிள்ளை அவன் பேதுருவை பார்த்து சொல்லுகிறான், இவன் ஒரு சாதாரண ஒரு கிராமத்தான். താങ്ക് യു സിസ്റ്റർ. എന്ന് മനസ്സിലായി? என்ன புரிந்தது? 18 വയസ്സ് പ്രായമുള്ള പെങ്കൊച്ച് പറഞ്ഞു ലോക്കൽ. 18 வயதுள்ள அந்த பெண் பிள்ளை சொன்னது, இவன் சாதாரண ஒரு லோக்கல் பாஷை பேசுகிறான். 4-ാമത്തെ 13 വന്നപ്പോൾ ഇന്റർനാഷണൽ ആയി. அவன் 4-ாம் அதிகாரம் 13-ாம் வசனத்துல வந்து அவன் இன்டர்நேஷனல் மனுஷனாய் மாறினான். ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം. இதுதான் பரிசுத்த ஆவியானுடைய கிரியை. കണ്ടോ? ഏകദേശം മനസ്സിലാവുന്നുണ്ടോ? ഒരളവ് உங்களுக்கு புரிந்ததா? ഇനി 10-ാമത്തെ ഞാൻ പറഞ്ഞു വായിക്കണം സിസ്റ്റർ. 10-ാമത്തെ വായിച്ചു കഴിഞ്ഞാൽ 10வது அதிகாரத்தில் வருவீர்கள் என்றால் ശതാധിപൻ அந்த 100க்கு அதிபதி, அந்த 100க்கு அதிபதி 100 പട്ടാളക്കാട് അധിപതി, 100 വേലയാക്കളുடைய அதிபதியானவன். ആ മനുഷ്യ കൊർന്നേലിയോസ് എന്ന പേര്. அந்த கொர்நேலியுஸ் என்று சொல்லக்கூடிய மனிதன் ആ പത്രോസിനെ കണ്ടപ്പോൾ அந்த பேதுരുவை பார்த்த பொழுது പോയി കാലേ പോയി വീഴുകയാണ്. போய் கால்ல போய் விழுகிறான். അതെന്നെ പരിപാടി. அது என்னங்க நடக்கிறது? ஸ்தோத்திரம். பிரைஸ் தி லார்ட். ലോക്കൽ ആരായി മാറി? ലോക്കൽ இப்பொழுது யாராய் மாறிவிட்டார்? പറഞ്ഞേ, നിങ്ങൾ പറ. ലോക്കൽ ആരായി മാറി? സിസ്റ്റേഴ്സ് പറ, ബ്രദേഴ്സ് പറ. ലോക്കൽ ആരായി മാറി? ലോക്കൽ யாரா மாறிட்டாங்க? ഇന്റർനാഷണലാ. 100 പേര് അധിപതിയാകുന്ന ക്യാപ്റ്റനാണ്. അപ്പൊ ഇങ്ങനെ സല്യൂട്ട് സ്വീകരിക്കുന്നവനാണ്. 100 பேருக்கு அதிபதியாக இருக்கிற கொர்நேலியு இப்படி வணக்கத்தை சல்யூட்டை எதிர்பார்க்கிறவன். ആ കൊർന്നേലിയോസ് വന്ന് പത്രോസിനെ കാലേ വന്ന് വീണു. அந்த கொர்நேலியுஸ் வந்து பேதுருடைய கால்ல விழுகிறாரு. ഇതാണ് പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചാവുള്ള ഗുണം. இதுதான் பரிசுத்த ஆவியானவர் ஒருவனுக்குள்ள கடந்து வந்தால் நடக்கிற காரியம். ഒരുവന്റെ അകത്തേക്ക് യേശു വരുമ്പോൾ കാര്യം ഇതാകുന്നു. ஒருவனுக்குள்ள இயேசு வரும்போது அவனுடைய காரியம் என்னவாய் மாறுகிறது? ലോക്കൽ എന്ന് പറഞ്ഞു തള്ളിയില്ലേ?
அவனை சாதாரணவன் என்று சொல்லி தள்ளினார்கள். ஒரு சாதாரண குடும்பக்காரனை தள்ளியிலே, சாதாரண ஒரு மனிதர் குடும்பத்தார் என்று தள்ளினார்கள். படிப்பில்லாதவன் பரவி தள்ளியிலே, படிப்பறி இல்லாதவன் என்று சொன்னார்கள். நல்ல பணமில்லை என்று சொன்னார்களே, சௌந்தரியம் இல்லாதவன் தள்ளியிலே, நல்ல அழகில்லாதவன் என்று சொன்னார்களே, ആ വ്യക്തിയാണ് എന്റെ ദൈവം സകല ബഹുമാനത്തിനും യോഗ്യനാക്കി തീർത്തത്. അതിന് കാരണക്കാരനാണ് പിതാവായ ദൈവവും പുത്രനായ യേശുവും പരിശുദ്ധാത്മാവുമാണ്. സ്തോത്രം. அப்படிப்பட்ட நபரை தான் ஒரு உன்னத ஸ்தானத்திலே கர்த்தர் கொண்டு வந்தார். அப்படி ஆக்கினவர் தான் பிதாவாகிய தெய்வமும் குமாரனாகிய இயேசுவும் பரிசுத்த ஆவியானவரும். விசுவாசிக்கிறவங்க கையை தட்டி ഓ റബനബ ശതരബനബ, ആ പത്രോസിനെ ഉയർത്തിയ അതേ ദൈവം, அந்த പേതുരുவை ഉയർത്തിന അതേ ദൈവം ഇന്ന് രാത്രിയിൽ ഈ കൃപാസനം ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ മിനിസ്ട്രിക്കകത്ത്, ഈ ശുശ്രൂഷയ്ക്കകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. இன்றைக்கு ராத்திரி இந்த கிருபாசனம் சர்ச் ஆஃப் கிரைஸ்ட் என்று சொல்லுகிற இந்த சபைக்குள்ளால், இந்த மைதானத்துக்குள் அந்த தெய்வம் ഇറങ്ങി വന്നിരിக்கிறார். அல்லேலூயா. ഞാൻ അതിന് അടുത്ത ദിവസങ്ങളിൽ പകലത്തെ മീറ്റിംഗ്, ഒരു ആത്മപകർച്ചയ്ക്ക് വേണ്ടി പകൽ മീറ്റിംഗ് ഉണ്ടല്ലോ പാസ്റ്റർ, ഒരു പരിശുദ്ധാത്മാവിന്റെ പകർച്ചയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കുക. ആത്മാഭിഷേകം പ്രാപിക്കാത്തവരും കൃപാവരം പ്രാപിപ്പാത്തക്ക താല്പര്യപ്പെടുന്നവരും നാളെ രാവിലത്തെ മീറ്റിംഗ് വരണം. ദൈവം പരിശുദ്ധാത്മാവത്തോടും സ്തോത്രം. நாளைக்கு ஆளுள்ள மீட்டிங்கில் ஆமென். அபிஷேகம் பெறாதவர்கள், கிருபை வரங்கள் பெறாதவர்கள் கண்டிப்பாக வாருங்கள். இந்த ஆவியானுடைய அந்த அபிஷேகத்தின் பகர்வை குறித்து போதர் உங்களுக்கு வசனத்திலிருந்து கற்றுக் கொடுப்பார்கள். ഹല്ലേലൂയ, அல்லேலூயா. അപ്പോസ്തലൻ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ, அப்போஸ்தலர் 3-ஆம் அதிகாரத்தில் வரும்போது പുള്ളി പറഞ്ഞു പൈസ എൻ്റെ കയ്യില്ലെന്ന്. அந்த நபர் சொன்ன, என்னுடைய கையில பணம் இல்ல, പൈസ ഇല്ല, என்கிட்ட பணம் இல்லைன்னு சொன்னாரு. പൈസ ഇല്ല, பணம் இல்ல. പിച്ചക്കാരൻ കൈ നീട്ടി, பிச்சைக்கார கையை நீட்டினா அந்த பேதுருட்ட. അവൻ പറഞ്ഞു പോക്കറ്റ് നോക്കിയപ്പോ പൈസ ഇല്ല. அவன் சொன்னா, என்னுடைய பாக்கெட்ல பணம் இல்ல. ചിരിച്ചിട്ട് പറഞ്ഞു വേറെ ഒന്നുണ്ട്. சிரித்துக்கிட்டு சொன்னாரு, வேற ஒன்று இருக்கிறது. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവിൽ പറയാം, ഈ മൈതാനത്തിൽ ഈ ടെന്റിനകത്തിരുന്നു കൊണ്ട് ദൈവ മക്കൾ ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് പോകുന്ന നിങ്ങളുടെ കയ്യിൽ കൈശ് വേണ്ടെങ്കിലും മറ്റൊന്നിന് രാത്രി തരാൻ ദൈവത്തെ ഹിതമാണ്. പ്രൈസ് ദി ലോർഡ്. இன்னைக்கு இந்த மைதானத்தில் இருக்கிறவங்களை பார்த்து சொல்லுகிறேன், இன்னைக்கு இங்க இருந்து ஊழியம் கழிந்து போகும்போது உங்க பாக்கெட்ல ஒண்ணுமில்லாம இருக்கலாம், ஆனால் அதை காட்டிலும் விலையேற பெற்ற ஒன்றை கர்த்தர் உன் கையில தந்து விட விரும்புகிறார். നിന്റെ കയ്യിൽ പൈസ ഇല്ലായിരിക്കാം, കയ്യില് പണമില്ലാമ ഇരിക്കലാം, പക്ഷെ വേറൊരു സാധനം കയ്യിലുണ്ട്. വേറൊരു മുഖ്യമായ കാര്യം കയ്യിൽ ഇരിക്കുന്നത്. ജനത്തെ വിടുവിക്കാൻ ശക്തിയുള്ള ഒരു പരിശുദ്ധാത്മാവ് അവ എന്റെ പക്കലുണ്ട്. ஜனத்தை விடுவிக்கும்படியான பரிசுத்த ஆவியானவர் அவர் என் அருகாமையில இருக்கிறார். அவன் இந்த ராத்திரியில் அவன் என்ன விடுவிச்ச அதே പരിശുദ്ധാത്മാവ് അവൻ എന്നെ കൂടെ നിന്നെ വിടുവിക്കുമെന്ന് പറയത്തക്കവണ്ണം ഒരു കൈമാറ്റ ശുശ്രൂഷകൾ ഇതിനകത്തെ ദൈവാത്മാവ് നൽകട്ടെ യേശുവിന്റെ നാമത്തിൽ. என்னை உன்னை விடுவித்த அதே பரிசுத்த ஆவியானவர் உன் முகாந்திரமாய் அநேகர் விடுவிக்கப்படும்படியாய் ஒரு ஆமென் ஊழியத்தை இன்னைக்கு கர்த்தருடைய ஆவியானவர் உன் கையில உன் கரத்துல இதோ பகர்ந்து கொடுக்கிறார். കൈയടിച്ച് ആത്മാവിൽ പറയാമോ? கையடிச்ச ஆவியில நிறைஞ்சு சொல்லுங்க. கையടിച്ച് ആത്മാവിൽ പറയാമോ? கையடித்த தேவ பிள்ளையே சொல்லு. കെട്ടിയിട്ട വെള്ളത്തെ ദൈവാത്മാവ് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്തിലോട്ട് ഒഴുക്കിയെങ്കിൽ അതേ പരിശുദ്ധാത്മാവ് അവൻ മരിച്ചു പോയിട്ടില്ല, അതേ പരിശുദ്ധാത്മാവ് ഉലാവുന്നുണ്ട്. ആ ദൈവ ചില തലമുറകളെ കുടുംബത്തെ ദൈവം ഒഴുക്കാൻ തക്ക താല്പര്യമുണ്ട്. ആ ബന്ധനം രാത്രി പൊട്ടി മാറുകയാണ്. கட்டி நிறுத்தப்பட்ட தண்ணீரை 4 திசைகளிலேயும் அதே பரிசுத்த ஆவியானவர் பாய்ந்தோடும்படியாய் செய்வார் என்றால், இன்னைக்கு குடும்பத்திலே தலைமுறைகளிலே சத்துருவால் கட்டப்பட்டதை அதே பரிசுத்த ஆவியானவர் அதை கட்டவிழ்த்து தேசத்தின் 4 பகுதிகளிலும் பாய்ந்தோட செய்ய போகிறார். பாவத்தின் கட்டு ராத்திரி அழிஞ்சு மாறுகிறார். அந்த பாவத்தின் கட்டு ராத்திரி அழிந்து மாறுகிறது. பாரம்பரிய சாபம் ராத்திரி அழிஞ்சு மாறுகிறார். குடும்பத்தின் பாரம்பரிய சாபம் அழிந்து மாறுகிறது. அதர்மத்தின் கட்டு ராத்திரி அழிஞ்சு மாறுகிறார். அதர்மத்தின் கட்டுகள் ராத்திரி அழிந்து மாறுகிறது. மந்திரவாத கட்டு ராத்திரி அழிஞ்சு மாறுகிறார். வீட்டுள்ள மந்திரவாத கட்டுகள் அவிழ்ந்து மாறுகிறது. சகல சகுனவாத கட்டு அழிஞ்சு மாறுகிறார். சகல சாப
ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി അവൻ ദാഹിക്കുന്നത് പുറത്തു വരാൻ പോകുന്ന വർഷമാണ്. இன்றைக்கு ராத்திரி அந்த பரிசுத்த ஆவியானவரை தாகிக்கிறவர்கள் வாஞ்சிக்கிறவர்கள் அதிலிருந்து வெளியே வர போகிறீங்க. കാര്യങ്ങൾ അടിച്ചാത്മാവിൽ പശമേ ആത്മാവിനെ ആരാധിക്കാമോ? എല്ലാവരും കരമടച്ചാത്മാവ് പറ. ഇനി ഒരു കാരണവശാലും സാത്താനെ തടഞ്ഞു വെക്കാൻ പറ്റില്ല. ആത്മാവിന്റെ ധൈര്യവും ശക്തിയും ഇതിനകത്തേക്ക് ആത്മാവിൽ വ്യാപരിക്കുകയാണ്. சத்துருவால உங்களை தடைந்து நிறுத்த முடியாது. ஆவியானுடைய பலத்தை வல்லமையை இந்த மைதானத்துக்குள்ள கர்த்தருடைய ஆவியானவர் இத பகிர்ந்து கொடுக்கிறார். ഹല്ലേലൂയ. എല്ലാവരും അല്പനിമിഷം കൂടി ഒന്ന് കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാമോ? எல்லாரும் கொஞ்சம் கூட கரங்களை தட்டி எல்லாம் வாய் திறந்து அந்நிய ഭാഷയിലെ കരങ്ങളെ തട്ടി ആരാധിപ്പോമാ. ഞാനൊരു 10 മിനിറ്റ് ഒരു ആത്മപകർച്ചയ്ക്ക് വേണ്ടി ദൈവമക്കൾക്കൂടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒരു 10 നിമിഷം ആവിയാനുடைய പകർവുക്കാக ദൈവ പിള്ളേകൾക്കായി ജപിക്കാൻ പോകുന്നേ. ഈ ഓൺലൈനിൽ കൂടി ദൈവശബ്ദം കേൾക്കുന്ന ചില കൂടാരത്തിനകത്തേക്കും ചില അത്ഭുത ദൈവാത്മ ചെയ്യുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ്. இந்த ஆன்லைன் மூலமாய் எங்களை கவனித்துக் கொண்டிருக்கிற சிலருடைய വീടുകൾക്കുള്ളാലെയും പരിശുദ്ധ ആവിയാനവർ വല്ലഭയായി ക്രിയ ചെയ്യ പോകുகிறார். ഇവിടെ ഈ ദൈവശബ്ദം കേൾക്കുന്ന ഈ ദേശത്തിന്റെ പല മേഖലയ്ക്കകത്തും ഈ ദൈവശക്തിയുടെ ശക്തി അവ പരിവർത്തിക്കുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ്. இந்த ஒலிபெருக்கி மூலமாய் இந்த தேசத்தில் சுற்றுப்பாட்டிலே கேட்டுக்கொண்டிருக்கிறவருடைய வாழ்க்கையிலேயும் இதே பரிசுத்த ஆவியானுடைய எழுப்புதல் ஆனால் இப்பொழுது செயல்பட ஆரம்பித்துக் கொண்டிருக்கிறது. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ഒരു നിയോഗം ദൈവം നൽകുകയാണ്. எனக்கும் உங்களுக்கும் ஜெபிக்கும்படியாக தேவன் ஒரு கட்டளையை கொடுக்கிறார். ചില രോഗാത്മാവിന്റെ ബന്ധനത്തെ ഇന്ന് രാത്രി കർത്താവ് അഴിച്ചു മാറ്റും. சில வியாதியின் கட்டுகளை இன்றைக்கு ராத்திரி பரிசுத்த ஆவியானவர் அவிழ்த்து மாற்றுகிறார். പൗലോസ് തെസ്സലോനിക്ക ലേഖനം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. பவுல் தெசலோனிக்க நிருபத்தில் இப்படி சொல்கிறார். വചനം കേവലം ഒരു വചനമായിട്ടല്ല, இந்த வசனம் சாதாரண ஒரு வார்த்தையாய் அல்ல, അത് ശക്തിയോടും அது വല്ലമയോടും അത് ബഹു നിശ്ചയത്തോടുമാണ്. അത് മികുന്ന നിശ്ചയത്തോടും. അപ്പൊ ഇന്ന് രാത്രിയിൽ വചനത്തിന്റെ ശക്തി ഈ പന്തനകത്തേക്ക് ദൈവം കേൾപ്പിക്കാൻ കാണിക്കാൻ പോകുകയാണ്. സ്തോത്രം. இன்றைக்கு ராத்திரி இந்த வசனத்துடைய வல்லமையை இந்த பந்தலுக்குள்ளே ஆண்டவர் அதை கேட்க வைக்க போகிறார்.